പോസിറ്റീവ് എനർജി ആയിരിക്കും. മൊത്തം അവരുടെ പെരുമാറ്റം, അവരുടെ മൊത്തം ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് ഇത് ഉണ്ടാക്കി തീർക്കുന്നത്. അതേപോലെ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വാസ്ഥ്യം അനുഭവപ്പെടും. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ കേരളത്തിലൊക്കെ അങ്ങനെയുള്ള ക്യാമ്പസുകൾ വളരെ കുറെ ശാന്തമായ സൗകര്യങ്ങൾ ധാരാളമുള്ള ഏറ്റവും ഗംഭീരമായ ക്യാമ്പസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്യാമ്പസുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാകും. പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള വല്ലാത്ത ഒരു അസ്വാസ്ഥ്യമാണ്. ഈ തമിഴ്നാട്ടില് ഈ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചില സ്ഥലത്തൊക്കെയുള്ള ക്യാമ്പസുകൾ പോകുമ്പോൾ ഇതേപോലെ വളരെ പ്രശാന്തമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഇവിടെ ഇത്രയും കെട്ടിടങ്ങളും 800-ലേറെ കുട്ടികൾ പല സ്ഥാപനങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട് പറഞ്ഞു. 6000 കുട്ടികൾ പഠിക്കുന്നുണ്ട് പറഞ്ഞു. 6000 കുട്ടികളുള്ളൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവിടെ ബിൽഡിങ്ങുകൾ കൊണ്ടൊരു വലിയ പ്രശ്നമായിരിക്കും. ഇവിടെ അതൊന്നുമില്ല. എന്റെയൊക്കെ സ്ഥലം തന്നെ കോഴിക്കോട് ഉള്ള ഓരോ സ്ഥാപനങ്ങളും അവിടെ ഉള്ള കുട്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത, ഈ പരസ്പരം തട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാമ്പസൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അതിൽ അവിടുത്തെ അന്തരീക്ഷം മൊത്തം കെട്ടിടങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. അവിടെയൊക്കെ പഠിക്കുന്ന ആളുകൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും അവിടെ എത്തുന്ന ആൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും പിരിമുറുക്കുണ്ടാകും. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നാട്ടുപുറം. ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയുടെ വളരെ ഭീകരമായിട്ടുള്ള വളരെ കടന്നുകയറ്റവും അതിനേക്കാളൊക്കെ ഈ മൊബൈൽ ഫോണുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകയൊക്കെ ചെയ്തുകൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നം നമുക്ക് ഇതേപോലെയുള്ള വലിയ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ OCPD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഭീകരമായിട്ടുള്ള രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിന്റെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. ഓരോ ആളുകളെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതൊക്കെ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളോട് പ്രത്യേകിച്ച് ചില ആളുകൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും 1-2 ചില ആളുകളോടുള്ള കടുത്ത പക, അവരെ തകർക്കുക, അവരെ പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടിക്കുക, തകർക്കുക എന്നുള്ള രീതിയിലേക്ക് അത് പക്ഷെ പ്രകടിപ്പിക്കില്ല. ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. പക്ഷെ ചില ആളുകളുടെ ജീവിതം പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അവരുടെ കുഴപ്പമല്ല. ഇതിലേക്കൊക്കെ പോകുന്നതിന് കാരണം വെച്ചാൽ അവർ ജീവിക്കുന്ന ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. വളരെ ഇപ്പോഴത്തെ പഠനത്തിന്റെ രീതിയിൽ പോലുള്ള നമ്മൾ എങ്ങനെയെങ്കിലും കുറെ വിജ്ഞാനം കുത്തി നിറച്ചിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ ഒരു തരത്തിലുള്ള വെന്റിലേഷൻ ഉണ്ടാവുന്നില്ല. പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെ കുറിച്ചും ഇപ്പൊ ഇവിടെ നടക്കുന്നത് കലാസാഹിത്യ പരിപാടികളാണല്ലോ. ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് ചിന്തിക്കാതെ പഠിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവർ പഠിച്ച് വലിയ ഉയരങ്ങളിലേക്ക് എത്തും. നല്ല ഡിഗ്രിയും ഒക്കെ ഉണ്ടായിരിക്കും. ഒന്നിലേറെ ഡിഗ്രിയും ഡിപ്ലോമയും PG ഡിഗ്രി ഒക്കെ അവർക്കുണ്ടാവും. പക്ഷെ ഉണ്ടാവുന്ന പ്രശ്നം ഇത്തരത്തിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ചില ആളുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മണിക്കൂറുകളോളം ഇല്ലെങ്കിൽ ഈ ആളുകൾ പല ആളുകളും മരിച്ചു പോകുന്നുള്ള ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കുറെ പേരെ എനിക്കറിയാം. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പുറമെ നോക്കിയാൽ അറിയില്ല. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ജീവിതം വളരെ സ്വസ്ഥമായിരിക്കും, സുന്ദരമായിരിക്കും, നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളായിരിക്കും. പക്ഷെ ഈ രീതിയിലേക്കുള്ള വളർച്ചയുടെ ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്റെ അടുത്ത് വരാറുണ്ട്. മണിക്കൂറുകളോളം അവരായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഒരു സന്തോഷമുള്ളത് പല ആളുകളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനെങ്കിലും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ സങ്കടമുണ്ട്. ഞാൻ ഇന്നലെ കേരള പോലീസ് അസോസിയേഷൻ നടത്തിയ അവരുടെ വടകരയിൽ നടത്തിയൊരു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സെമിനാറുണ്ട്. അവിടെ നമ്മളിപ്പോ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേഷൻ എന്നാ പറയാ, അല്ലെ? ആഘോഷിക്കുക.
സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് പിടികിട്ടാത്തൊരു മനുഷ്യാവകാശ ദിനം ആഘോഷിക്കാൻ പറ്റുമോ? നമ്മളിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളിവിടെ മനുഷ്യാവകാശം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള ഓരോ ആൾക്കും കിട്ടേണ്ട, പോലീസിൽ നിന്ന് നാട്ടുകാർക്ക് കിട്ടേണ്ട മനുഷ്യാവകാശം, അല്ലെങ്കിൽ പോലീസിന് കിട്ടേണ്ട മനുഷ്യാവകാശം. ഞാൻ ഇന്നലെ പോയപ്പോൾ പല പോലീസ് ഓഫീസർമാർ അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ സങ്കടങ്ങളാണ് പറയുന്നത്. ഇത്തരം രീതിയിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പരിഹരിക്കുന്നില്ല. നമ്മുടെ ഓരോ ആളുടെയും ഈ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് എന്ന രീതിയിൽ പരിഹരിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഇപ്പോഴും സമസ്യയായി തോന്നുന്ന, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു എന്നൊക്കെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. പക്ഷെ കൊടുക്കാത്തൊരു സംബന്ധിച്ചാൽ അതിൽ പറയുന്നത് സംസ്കൃതത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ. എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? എന്ത് കാരണത്താൽ, എന്തിനാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പാപം ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, അനിച്ഛൻ അഭി, ഇഷ്ടമില്ലായിട്ട് പോലും. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ പല ആളുകളുടെ ഭാഗത്തും തെറ്റുകൾ വരുന്നത് ഇഷ്ടം, നമുക്ക് തെറ്റ് ചെയ്യണം. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ തെറ്റുകൾ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെന്തുകൊണ്ട് എന്നുള്ളതിന് അതാണ് നമ്മളുടെ ഈ പറയുന്ന രൂപത്തിലുള്ള മനുഷ്യാവകാശ ദിനം നമ്മൾ ആചരിക്കുന്നു. 73 കൊല്ലമായി ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ട് 48 ഡിസംബർ 10 അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഈ ദിവസം ഇതേപോലെ മനുഷ്യാവകാശ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആചരിക്കാനായിരിക്കും ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. അത് എന്തായാലും നമ്മൾ ആഘോഷിക്കാനാക്കി മാറ്റി. നമ്മുടെ ഭരണഘടന എഴുതി പൂർത്തിയാക്കുന്നത്, അത് അംഗീകരിക്കപ്പെടുന്നതിന് എഴുതി പൂർത്തിയാക്കുന്നത് 1949 അത് എല്ലാ ഭരണഘടനാ അസംബ്ലിയിലെ മുഴുവൻ അംഗങ്ങളും ഒപ്പിട്ട് അത് നിയമമായി മാറുന്നത് 50 അങ്ങനെയാണ് നമ്മൾ 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ഭരണഘടനാ ദിനം കൂടിയാണ്. അതിലും പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച്, മൗലികാവകാശങ്ങളെ കുറിച്ച്, പൗരാവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനും ഈ 7 പതിറ്റാണ്ടിലേറെ 71 വർഷം, ഇത് രണ്ടും കൂടി പ്രഖ്യാപനം, ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതിന് ശേഷമുള്ള ദിനാചരണം തുടങ്ങിയാൽ 71 വർഷമായി. നമ്മുടെ ഭരണഘടനയുടെ കാര്യത്തിലാണ് 71 വർഷമായി. പക്ഷെ നമുക്കാർക്കും ഭരണഘടന അനുസരിച്ച് പറയുന്ന ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ അനുസരിച്ചുള്ള അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ്. അത് ഏറ്റവും വലിയ പ്രശ്നം. അത് നിഷേധിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റുമെന്നുള്ളത്. ഞാനതായിരുന്നു അവർ പറഞ്ഞു. പോലീസുകാരെ ഇഷ്ടംപോലെ വയലേഷൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി പ്രഖ്യാപനങ്ങളും ഓപ്പൺ കോർട്ടിലുള്ള പരാമർശങ്ങളും ഒക്കെ പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടാണ്, അതിഭീകരമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ. എന്തിനാണ് ഇങ്ങനെ ഒരു പിങ്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞ അതിഭീകരം നമ്മൾ കണ്ടില്ല. പത്രത്തിൽ ഇത് വായിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പോലീസിനെതിരെയുള്ള വാർത്തകൾ അങ്ങനെയൊന്നും അധികം കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും എന്റെ മുമ്പിൽ എത്തുന്ന ഏറ്റവും നല്ല വാർത്ത, ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന വാർത്ത പോലീസിനെതിരെ കോടതി തന്നെ പറയുന്നത്. ഇപ്പൊ അപ്പൊ പക്ഷെ ഇവരുടെ കുറ്റം പോലും അല്ല, ഈ വ്യവസ്ഥയുടെ കുഴപ്പം. നമ്മളിപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പിരിമുറുക്കത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ, ആ പിരിമുറുക്കമാണ് നമ്മളെയൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് മാനസികമായ പിരിമുറുക്കമാണ്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോലും ചെയ്തു പോകും. കാരണം നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടിട്ടാണ് പലപ്പോഴും ചെയ്തു പോകുന്നത്. പെട്ടെന്നുണ്ടാവുന്ന ഇതൊന്നുമില്ല, നമ്മളെ മനസ്സ് അത്രയും ഇതാണ്. കഴിഞ്ഞ ദിവസം ഈ പോലീസുകാരെന്നെ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചുകൊണ്ടുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കിയ പോലീസുകാരൻ അവരുടെ പ്രശ്നങ്ങൾ ഞാൻ സംസാരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ദിവസം എടുക്കാൻ പറ്റുന്നതിന്റെ, നമ്മുടെ ഇന്ത്യയിൽ മൊത്തമുള്ള പോലീസ് ഫോഴ്സിന്റെ 1,00,000 ആളുകൾക്ക് ഇത്ര പോലീസുകാർ വേണം എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ മൊത്തം ഒരു ശരാശരി ഇന്ത്യൻ ശരാശരി വേണ്ടതിന്റെ പകുതിയെ ഇന്ത്യൻ ശരാശരിയിൽ ഇപ്പുള്ളൂ. അതിന്റെ പകുതി പോലും നമ്മുടെ കേരളത്തിലില്ല. എന്ന് വെച്ചാൽ എന്നിട്ട് അദ്ദേഹം പറയും, ഇപ്പം ഈ സ്റ്റുഡന്റ് പോലീസ് ഉണ്ടല്ലോ,
അത് വന്നതിന് ശേഷം അവരെ നോക്കാൻ രണ്ടാളുമാണ്, ഒരു ആൺ പോലീസും ഒരു പെൺ പോലീസുമാണ്. ഈ പോലീസുകാരെ അയച്ച് അവർ ഫുൾ ടൈം വർക്കായിട്ട് മാറുന്നതിന് ഈ സ്കൂളിലുള്ള ദിവസങ്ങൾ മുഴുവൻ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറെ സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുണ്ടാണ്. അപ്പൊ അവരെ SPC നടപ്പാക്കുന്നിടത്ത് മുഴുവൻ ഒരു പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റേഷനിലുള്ള ആളാണ്. അപ്പൊ അവർ പോയാലും പണി കുറയില്ല. ആളുകൾ കുറ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതോ അത്തരം പ്രശ്നങ്ങളൊന്നും കുറയാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പുതിയ പുതിയ എന്തെല്ലാം സ്കീം സർക്കാർ കൊണ്ടുവരുന്നുണ്ടോ അതിനൊക്കെ ഇവിടുന്ന് ആളുകൾ എടുക്കുക എന്നുള്ളതല്ലാതെ ഇതിന്റെ ടെൻഷൻ മുഴുവൻ ഞങ്ങൾ താങ്ങും. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞത്, ഞാനൊരു ദിവസം രാവിലെ 9 മണി മുതൽ തുടങ്ങിയ പണി, എന്നിട്ട് അതായത് അവസാനം ഒരു പോക്സോ കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. അപ്പം പോക്സോ കേസിലെ പ്രതി ഹാജരാക്കണമെന്ന് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കണം. അവിടെ ഡോക്ടർക്ക് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ജഡ്ജിന് മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊറോണ ആയതുകൊണ്ട് ഇയാളുടെ കോവിഡ് പരിശോധന നടത്തണം, അതിന്റെ റിസൾട്ട് കിട്ടണം. ഇപ്പൊ കുറെ അത് കഴിഞ്ഞ് ഇതെല്ലാം വാങ്ങിയെടുത്ത് രാവിലെ 9 മണിക്കുള്ളതാണ്, ഭക്ഷണം കഴിച്ചോന്ന് പോലും ആരും ചോദിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം രാത്രി 10:30 ജഡ്ജിന്റെ വീട്ടിൽ, കോടതി ഉണ്ടാവില്ലല്ലോ, കൊണ്ടുപോയിട്ട് താഴെ എന്നിട്ട് വിളിച്ചപ്പോ ജഡ്ജി ചോദിച്ചത് ഈ 10:30 പ്രതിയായിട്ട് വരുന്നത്. സത്യത്തിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നത്, ഞങ്ങൾക്കാരും ക്വാർട്ടേഴ്സോ സംഭവം തരുന്നൊന്നുമില്ല. ഇവർക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകൾ, നല്ല ശമ്പളം വാങ്ങുന്ന ആളുകൾ, അവര് ഇതിന് നിയോഗിച്ചിട്ടുള്ള പോലെ, പക്ഷെ അവര് ഫാനിന്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ AC ഉണ്ടാവില്ല എന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇരുന്നിട്ടാണെങ്കിൽ കുറെ കാലം സമയം ഇരിക്കണം. ഇങ്ങനെയുള്ള ആളുകളാ ചോദിച്ചത് 10:30. ഇവൻ അന്നത്തെ അവന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കഷ്ടമാണ്. രാവിലെ തുടങ്ങി എവിടെ നിന്നൊക്കെ കിട്ടിയ ചാൻസിൽ ചായ കുടിച്ചിട്ട്, തട്ടുകടയിൽ നിന്നൊക്കെ ചായ കുടിച്ചിട്ടാണ് അവൻ രാത്രി 10:30 ഈ പ്രതിയെയും കൊണ്ട്, എന്നിട്ട് വീട്ടിലെത്തിയൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുന്നവരോടാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം. ഇതേപോലെ ഇങ്ങനെയുള്ള ഒരാള് അയാൾ ചോദിക്കും, ഞങ്ങൾ പിന്നീട് അതിന്റെ ഇടയിൽ വേറെ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലും സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്? നമ്മൾ ഈ ടെൻഷൻ റിലീസിങ്ങിന് അതായത് എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ടതാണ്. അത് നമ്മൾ ശീലിച്ച് വരേണ്ടത്. നമ്മൾ പഠിക്കുക, ജോലി ചെയ്യുക, ജോലിയിൽ പോലും 24 മണിക്കൂറും പണിയെടുക്കും. ഞങ്ങൾ തന്നെ പത്രപ്രവർത്തനം സ്വാധീനമൊക്കെ രാവിലെ തുടങ്ങിയിട്ട് ദിവസം ഇങ്ങനെ ഒരു 10-20 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴും. ഈ AC റൂമിനകത്ത് ഇരുന്നാൽ പോലും ബോധം കെട്ടാൻ പറ്റില്ല. നമ്മൾക്ക് കുറച്ച് നിങ്ങൾ അധ്വാനിക്കുന്നില്ല, നിങ്ങൾ വെയിലത്ത് ജോലി ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ കൈക്കോട്ടെടുത്ത് കളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പണി നമ്മുടെ ബ്രെയിൻ ചൂടാവുന്ന പോലെ ഉണ്ടാവുന്ന എനർജി ലോസ് വേറെ ഉണ്ടാവുന്നത് നമുക്ക് വല്ലാത്ത പ്രശ്നമായിരിക്കും. ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒരു വാർത്തയിൽ തെറ്റ് പറ്റിയാൽ, ഇപ്പൊ എനിക്കൊക്കെ ദിവസം രാവിലെ വരുന്ന ഒരു 10 കോളെങ്കിൽ അത് അത്തെറ്റ് വന്നു, ഇത്തെറ്റ് വന്നു, അത് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു കൊണ്ടാണ് വരിക. ഇതൊന്നും ഞാൻ കാണുന്നില്ല. അടുത്ത 26-ാം തീയതി അവധിയായിട്ട് എങ്ങനെ കോടതി ഉണ്ടാവും എനിക്കറിയില്ല. ഒരു മാനനഷ്ട കേസുണ്ട് കൊയിലാണ്ടി കോടതിയിൽ, എനിക്ക് വാറണ്ടാണ്. അപ്പൊ ഹാജരായി അറസ്റ്റ് ചെയ്യും. ഈ സംഭവം ഞങ്ങളുടെ പത്രത്തിൽ ഓൺലൈനിൽ വന്നൊരു സംഗതിയാണ്, ഞാൻ കണ്ടിട്ട് പോയില്ല. ആളുകളുടെ ധാരണ ഈ എക്സിക്യൂട്ടീവ് എഡിറ്റർ മുഴുവൻ അങ്ങനെയാണല്ലോ പത്രത്തിൽ എഴുതിയിരിക്കുമ്പോൾ റെസ്പോൺസിബിൾ ഫോർ സെലക്ഷൻ ഓഫ് ന്യൂസ് അണ്ടർ PRP ആക്ട് എന്നാണ്. ഞാൻ ഈ എല്ലാ വാർത്തയും നമ്മളെ മൊത്തം പേജ് 59 അല്ലേ, 59 പേജ് പറ്റുന്നുണ്ട് മൊത്തം. അതെല്ലാം വായിച്ചു നോക്കിയാൽ എന്റെ ജീവിതം അതോടെ തീർന്നു. ഞാൻ ബോധം കെട്ട് വീഴുന്നുള്ള കാര്യം സംശയമില്ല. നടക്കാത്ത അപ്പൊ പക്ഷെ ഇതിനൊക്കെ ഉത്തരം പറയണം. ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആ ജോലിയിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സ്പ്ലനേഷൻ ചോദിക്കും. അപ്പൊ ഈ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ചെയ്യേണ്ട ഇത്ര മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ടെൻഷൻ റിലീസിങ്ങിന് എന്തെങ്കിലുമൊക്കെ മാർഗമാണ്. ചില ആളുകളിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും അനുഭവിക്കുന്നതുണ്ട്. കുറെ ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇതെല്ലാം കൂടി ആകുമ്പോൾ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ശരിക്കും വേണ്ടത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ കലയ്ക്കുള്ള പ്രത്യേകത. കല നമുക്ക് എന്താണ് തരുന്നത്? പണ്ട് കാലത്ത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു വലിയ തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം
മലയാളത്തിലെ സാഹിത്യകാരന്മാർ തമ്മിലുണ്ടായിരുന്ന തർക്കം കല എന്തിനു വേണ്ടി എന്നുള്ളതായിരുന്നു. അത് ഒരു വിഭാഗം പറഞ്ഞു കല കലയ്ക്ക് വേണ്ടിയാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞു കല ജീവിതത്തിന് വേണ്ടിയാണ്. ആ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് കല. മറ്റുള്ള വിഭാഗം കല കലയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞാൽ അതൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താവുന്നതല്ല, കല ആസ്വദിക്കുക. സത്യത്തിൽ ഈ രണ്ടുപേരും തമ്മിൽ കുറെ വലിയ യുദ്ധമായിരുന്നു. മലയാള സാഹിത്യത്തില് ഇത്തരം കുറെ യുദ്ധങ്ങള് പല അനാവശ്യമായ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ കല കലയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന പല ആളുകളും ഞങ്ങൾ മഹാസാഹിത്യകാരന്മാരാണെന്നുള്ളക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിവിടും. അക്കാലത്ത് പ്രത്യേകിച്ച് ഈ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ടാവുന്നറിയില്ല, വെൺമണി നമ്പൂതിരിമാരുണ്ട്, വെൺമണി കവികൾ എന്നാണ് പറയാ. വെൺമണി, അപ്പൻ നമ്പൂതിരിയും മഹൻ നമ്പൂതിരിയും, ഇവരൊക്കെ വലിയ, അതേപോലെ കാത്തുള്ളിയിൽ അച്യുതനും മന്നാടിയാർ തുടങ്ങിയ കുറെ പേര്, അവരൊക്കെ ജീവിതം തന്നെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാകും, ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞുള്ള ഇതിന്റെ ഒക്കെ കസ്റ്റോഡിയം. ഇവര് ഒരു സെക്കൻഡ് പോലും ദേഹം അനങ്ങി അധ്വാനിക്കില്ല. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പ്രധാന പരിപാടി കലാപരിപാടി, അവർക്ക് ഭക്ഷണം കഴിക്കുക, രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് അടുത്ത പരിപാടി. അതിനുശേഷം വെറുതെ ഇരിക്കും, ഇങ്ങനെ തോന്നിയത് എഴുതി വയ്ക്കും. പല വായനയുണ്ട്, വായനയും എഴുത്തും. വായന അത്ര നമ്മളൊന്നും വായിക്കുന്നതല്ല, കുറച്ച് സാഹിത്യം മാത്രമല്ല എന്നുള്ളത്. ആ വായന കഴിഞ്ഞിട്ട് പിന്നീട് എഴുത്ത്. അവൻ വായി തോന്നിയ മുഴുവൻ എഴുതും. എന്ന് അങ്ങേയറ്റത്തെ അഹങ്കാരവുമാണ്. അതിലൊരാള് പറഞ്ഞത്, അയാളുടെ അദ്ദേഹം എഴുതിയ കവിതയിൽ ഒരു തെറ്റുണ്ടെന്ന് കാത്തുള്ളിയിൽ അച്യുതൻ മന്നാടിയാർ എന്ന് പറയുന്ന വേറൊരു കവി പറഞ്ഞു. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഉടനെയുള്ള മറുപടി കവിതയിലാണ്. അദ്ദേഹത്തെ മറ്റാളുടെ ഈ വിമർശനവും കവിതയിലാണ് കേട്ടോ, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ഈ മറുപടി ഓർമ്മയില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നത്, കാത്തുള്ളിയിൽ അച്യുത മാന്യമതിയാം മന്നാടിയാരെ നമുക്ക് ഈ വേലയ്ക്കൊരു എളുപ്പം അച്ചുപിഴയിൽപ്പെട്ടേ പെടുള്ളൂ ദൃഢം എന്ന് പറഞ്ഞാൽ, അച്യുത മന്നാടിയാരെ താൻ വിചാരിക്കേണ്ട ഞാൻ എഴുതിയതെന്തോ കുഴപ്പമുണ്ടത്, ഞാൻ എഴുതിയ കവിതയിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്റെ തെറ്റല്ല, അച്ച് നിരത്തുന്ന ആളുണ്ടല്ലോ, പണ്ട് കാലത്ത് അച്ച് നിരത്താണല്ലോ. അപ്പൊ അയാൾക്കൊരു തെറ്റ് പറ്റിയാൽ കാ വെക്കുന്നതിന് പകരം താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തെറ്റ്, എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ട് ആ തെറ്റല്ലാതെ എന്റെ എഴുത്ത് അത്ര അധികം അഹങ്കാരത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് വേറൊന്നുമില്ല. നമുക്കിപ്പോ അത് പറ്റില്ല. നമുക്ക് എന്തായാലും അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ജോലി ചെയ്യണം. പക്ഷെ അതേ സമയത്ത് ജോലിക്ക് മാത്രമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇതേപോലെ അങ്ങേറ്റത്തെ ടെൻഷൻ ഉണ്ട്. അതിന്റെ പ്രശ്നം എന്ന് പറയാം, ഇപ്പൊ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഉസ്താദുമാരായിട്ട് ഇതേപോലെ കുട്ടികളെ പഠിപ്പിക്കണമല്ലോ. പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഈ ടെൻഷൻ മുഴുവൻ അവരെ നേരെ ചൊരിഞ്ഞു കഴിഞ്ഞാൽ അവരോട് നടത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഭീകരമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ബാലാവകാശ നിയമം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശക്തമാണ്. ബാലാവകാശ കമ്മീഷനൊക്കെ ഉള്ള കാലമാണ്. അപ്പോ അതൊരു വലിയ ക്രൂരതയായിട്ട് മാറും. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ടെൻഷൻ റിലീസ് ചെയ്യുക? ഞങ്ങളൊക്കെ നന്നായിട്ട് അങ്ങേയറ്റം ടെൻഷൻ, രാവിലെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജിയുമായിട്ട് ഓഫീസിലേക്ക് പോകുന്ന ഞങ്ങൾക്ക് സ്വാധീനമൊക്കെ അറിയാം. രാവിലെ എപ്പോഴെല്ലാം നമ്മൾ കയറുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ 100% നെഗറ്റീവ് എനർജി ആയിട്ടിരിക്കും. അത്രയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന പത്രം അങ്ങനെ വരുമ്പോണ്ടാവും എന്തെല്ലാം പ്രശ്നം. ഒരു വാർത്ത എങ്ങനെ കൊടുക്കണം, ഏത് പേജിൽ കൊടുക്കണം, അത് കൊടുത്താൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ്, കേസ് വരും, അങ്ങനെ ഓരോ ആളുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അതിനിടയിൽ ജീവനക്കാർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഒരാൾ ജോലിക്ക് വന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഉണ്ടാവും. നമ്മള് അധികം ആളുകളെന്ന് വെച്ചില്ല, ഫ്രീ ആയിട്ട് കുറെ ആളുകളെന്ന് വെച്ചിട്ട് എത്ര ആൾ ലീവ് എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടല്ല പത്രം നടത്തുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കാവുന്ന ലീവ് കൊടുക്കും. പക്ഷെ പെട്ടെന്നാണ് പറയുന്നത് എനിക്കിത് വയ്യ എന്ന് പറഞ്ഞാൽ ഈ 59 പേജും ചെയ്ത് തീർക്കാനുള്ള 59 നിങ്ങളുടെ മുമ്പിൽ 12 പേജ് എത്തുള്ളൂ. പക്ഷെ ലോക്കൽ പേജുകളെല്ലാം കൂടി കൂട്ടി 59 പേജ് വരും.
ഇത്രയും പേജുകൾ ചെയ്യാനുള്ള ആളുകളില്ലെങ്കിൽ, അത് കൃത്യമായിട്ട് സമയത്തിന് ഇറക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പണ്ടാവുന്ന ടെൻഷനുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ കൂടി കഴിഞ്ഞ് എല്ലാ പരാതികളും പ്രശ്നങ്ങളും കേട്ട് പോകുമ്പോഴേക്കും അങ്ങേറ്റത്തെ ഈ നെഗറ്റീവ് എനർജി ഉണ്ട്. പിന്നീട് ഞാനൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെയാണെങ്കിൽ, എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സംഗതികൾ വായിച്ചിട്ട് എഴുതിയിട്ട് ഒക്കെയാണ്. എഴുതുന്നതിനേക്കാൾ കൂടുതൽ വായിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം, വായന നമുക്ക് വരുന്നൊരു വലിയ ഒരു സുഖമുണ്ട്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ടെൻഷനും ഇല്ലാതാക്കാൻ വായനയ്ക്കുള്ളത് ഒരു സുഖമാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യം. എഴുതിയില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ വായന അത് അത്യാവശ്യമാണ്. നമ്മൾ എഴുത്തിലേക്ക് പോലും, അനിവാര്യമായ എഴുത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ വായിക്കുക എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും വായിക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിനെ നിങ്ങൾക്കറിയാം. എന്റെ അയൽവാസിയായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. ബഷീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം എഴുതാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളായിരുന്നില്ല. അത് എപ്പോഴും പറയാറുണ്ട്, എഴുത്തിന് വേണ്ടിയിട്ടൊന്നും ജീവിക്കരുത്, എഴുതുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാവരുത്. എഴുതി പോകുന്ന സമയത്ത് എഴുതാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നാളെ ഒരു 2-3 ലേഖനങ്ങൾ എഴുതും, അല്ലെ എന്തായാലും കവിത എഴുതും, കഥ എഴുതും, എന്തെങ്കിലും എഴുതുമെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടി തയ്യാറായിട്ട് ഇരിക്കരുത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയാം. ചെയ്യേണ്ടത് നിങ്ങൾ വായിക്കാൻ വേണ്ടി എന്റെ അറിവിൽ ഒരു പുസ്തകശാല, ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങിയ ഏക മലയാളി, വായിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ബുക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. സ്വന്തമായിട്ട് ബുക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ഏക മലയാളി, എഴുതുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടൊരു മലയാളി വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം സ്വന്തം നാടായ വൈക്കത്ത്, തലയോലപ്പറമ്പിലല്ല ഈ ബുക്ക് ഷോപ്പ് തുടങ്ങിയത്. അദ്ദേഹം കൊച്ചിയിൽ ബോട്ടിയെട്ടിക്കടുത്ത് ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങിയിട്ട് അദ്ദേഹം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. ആരും പറഞ്ഞു കേട്ടതോ എഴുതി വായിച്ചോന്നല്ല. ഞാൻ മിക്ക ദിവസങ്ങളും ബഷീറിന്റെ അടുത്ത് പോകാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഒഴിവ് ഫ്രീ ആയിട്ടിരിക്കാൻ എന്നെ വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. വർത്താനം പറഞ്ഞ സാഹിത്യമൊന്നുമില്ല, ഇങ്ങനെ കുറെ അതിനിടയിൽ പറയും. അദ്ദേഹം പറഞ്ഞൊരു സംഭവം, ഞാൻ അവിടെ വാങ്ങുന്ന പുസ്തകങ്ങൾ, വിൽക്കാനായിട്ട് വാങ്ങുന്ന പുസ്തകങ്ങൾ 100% വായിച്ച ആളാരാന്ന് ചോദിച്ചാൽ അത് ബഷീറാണ്. ഞാൻ വായിക്കാത്ത ഒരു പുസ്തകവും അവിടെ ഉണ്ടാവില്ല, അവിടെ പുറത്തു പോയിട്ടുണ്ടാവില്ല. വേറെ ആരെങ്കിലും വായിക്കുന്നില്ല, അവർ പുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വായിച്ചതിന്റെ ബാക്കി പുസ്തകം കുഴപ്പമൊന്നും വരാത്തതുകൊണ്ട്, പുസ്തകത്തിൽ പിന്നെ ഒരാൾ വായിച്ചാൽ ബാക്കി വരിക നമുക്ക് കുഴപ്പമുള്ളൊന്നുമില്ല. കേടാക്കിയായിരുന്നു ബഷീർ കേടാക്കാതെ വായിക്കുന്ന, ഒറ്റ ഇരിപ്പിന് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ആസ്വദിച്ച് വായിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ വായിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വായിച്ചാണ് അദ്ദേഹം. പിന്നീട് ഇതിനോടൊപ്പം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, പല സ്ഥലങ്ങളിലുള്ള യാത്രയിലൂടെ കിട്ടിയുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ വെച്ചാണ്, ഈ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം എഴുതിപ്പോയത്. എഴുതുകയല്ല, എഴുതി പോവുകയാണ് ചെയ്തത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാഹിത്യ രംഗത്ത്, ഉണ്ടാവുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാഹിത്യശാഖ തിരഞ്ഞെടുക്കാം. പക്ഷേ ഞാൻ ഇത്ര ദിവസത്തിനിടയിൽ ഇത്ര എഴുതി തീർക്കും എന്ന ഒരു പിടിവാശിയിൽ രംഗത്തേക്ക് വരരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ തന്നെ ഒരു ആളെ ആദരിക്കുന്ന പരിപാടിക്ക് നാട്ടിലെ ആളുകൾ വിളിച്ചു. അപ്പൊ നാട്ടിലൊക്കെ ഉള്ള പരിപാടിക്ക് വിളിച്ചാൽ പോവാതിരിക്കാറില്ല ഞാൻ. ഈ പരിപാടിക്ക് വിളിച്ചപ്പോ എന്നെ വന്ന് വിളിച്ച എന്റെ സംഘാടകർ പ്രധാനപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല, എനിക്ക് മലപ്പുറത്തൊരു പരിപാടി, ഞാൻ എപ്പോഴും ആരെങ്കിലും വേണ്ടി പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ദൂരം എപ്പോഴും പറയുന്ന ഒരു സ്ഥലം മലപ്പുറമാണ്. മലപ്പുറത്ത് പരിപാടി ഉണ്ടാവും. അപ്പൊ പിന്നെ അല്ലാതെ അപ്പൊ ഞാൻ പോയിട്ട് തുടങ്ങിയാന്ന് പറഞ്ഞാൽ ചിലപ്പോഴും ആ സമയത്തൊന്നും തുടങ്ങണമെന്നില്ല. എന്താ ഞാൻ പറ്റുകയാണെങ്കിൽ വരാനാണ്. ഞാൻ പോവാതിരുന്നതിന് ഒറ്റ കാരണം, ഈ മനുഷ്യൻ 52 പുസ്തകങ്ങൾ എഴുതി, അതിനാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല. ഇദ്ദേഹം എല്ലാ സാഹിത്യശാഖയിലും എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഒരു സാഹിത്യ പുസ്തകവും വായിച്ചിട്ടില്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഏതാണ്ട് കുറച്ച് നാട്ടുകാരനെ കൊണ്ട് അറിയാം. ഇദ്ദേഹം ഒരു പണിക്കരാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പണി രാശിക്ക് ആളെടുത്ത് പൈസ വാങ്ങുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അത് ഈ ആഭിചാര പ്രവൃത്തികളൊക്കെ ചെയ്യാറുള്ളത് പോലും ആരോപണം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പൊ 52 പുസ്തകങ്ങൾ ഞാൻ അവസാനം ഇവർ തന്നെ എന്തായാലും വരണം, നിങ്ങളില്ലെങ്കിൽ ശരിയായാലും നമുക്ക് മേയറാണ്, മേയർ വന്നോട്ടെ, മേയർ ഉദ്ഘാടനം ചെയ്തോട്ടെ, എന്നെ ആളുകൾ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ പരിപാടികളുണ്ട്, വരാൻ പറ്റില്ല. ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച കാര്യം വേറെ ഒന്നുമില്ല. എനിക്ക് നാട്ടിൽ അതൊരു പരിപാടിയില്ല. അഥവാ എന്റെ വീട്ടിലേക്ക് ഓഫീസിലേക്ക് വന്നാൽ എവിടെ നിന്ന് എന്നെ കാണുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ മലപ്പുറത്ത് പോയിട്ട് രാമനാട്ട് വരെ പോകുന്നില്ല. പോവാതിരുന്നതിന് കാരണം ഇതാണ്. 52 പുസ്തകം എഴുതുക എന്ന് പറയുന്നത് നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. 2-3 കാര്യമുണ്ട്. ഒരു പുസ്തകം ഒരാൾ എഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര മരം മുറിക്കണം എന്നുള്ള കാര്യം അതങ്ങനെ എഴുതുണ്ടല്ലോ, ആ ഒരു പ്രശ്നമാണ്. ഇദ്ദേഹം എഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകവും ബഷീർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ പലയാവർത്തി വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 1-2 തവണയല്ല, എത്രയോ ആവർത്തി. അതിൽ ഓരോ സംഭവം ചോദിച്ചാൽ എനിക്ക് കാണാതെ പറയാൻ പറ്റും. അത് വൈക്കം മുഹമ്മദ് ബഷീർ എന്റെ അടുത്ത് വളരെ അടുത്ത ആളായിരുന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് പുസ്തകം വായിച്ചു തുടങ്ങിയുള്ളതാണ്. അദ്ദേഹത്തെ മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ബഷീറിന്റെ അടുത്ത് സംസാരിക്കാനും അതൊക്കെ പോകുന്നത്. പക്ഷെ അദ്ദേഹം ഞാൻ സാഹിത്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം സാഹിത്യം ഇല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മളെ റോഡിലൂടെ പോകുമ്പോൾ കണ്ട അവിടെ ആ കുഴി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് സത്യത്തിൽ അതാണ് നാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ 52 പുസ്തകം ഞാൻ പക്ഷെ അവസാനം ഇവര് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണം കൊണ്ട് ഞാൻ വരുന്നില്ല. 52 പുസ്തകം എഴുതിയ ഈ മനുഷ്യന്റെ ഒറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അതിലൊന്നും കേരളത്തിലെ മലയാള സാഹിത്യത്തിൽ എന്തെങ്കിലും തരത്തിൽ നോട്ട് ചെയ്യാവുന്നൊരു പുസ്തകവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ ഒരു കാരണം കൊണ്ടല്ല പുസ്തകം എഴുതി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പൈസ അദ്ദേഹം പബ്ലിഷ് ചെയ്തുകൊണ്ടേക്കില്ല. വെച്ചാൽ അദ്ദേഹത്തിന്റെ ചെലവിലാണ് നടക്കുന്നത്. ഇതിനേക്കാൾ ഭീകരമായ സംഭവം ഒരാൾ എന്നോട് പറഞ്ഞു. ഒരാൾ ഇതേപോലെ കുറെ ആളുകൾ കേട്ടു. വേറൊരാള് വളരെ പ്രഗത്ഭനായിട്ടുള്ള ആള്, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഇതിലിരിക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലായില്ല. എന്നാൽ പോലും അത്രയെങ്കിലും പറഞ്ഞില്ല മോശമാണ്. അപ്പൊ ഇദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്റെ 100ാമത്തെ പുസ്തകമാണ് അടുത്ത് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഞാൻ 100 പുസ്തകമാണ്. അപ്പോൾ ഞാൻ 100 ഞാൻ വേറെ ഒരു 10-12 പുസ്തകം കൂടി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് അത് ഇനി അടുത്തടുത്ത് വരും. ഇദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പുസ്തകമായിട്ടില്ല, 5 പുസ്തകങ്ങൾ 6 പുസ്തകങ്ങളെ പ്രസിദ്ധീകരിക്കുക. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്റെ സുഹൃത്തു കൂടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുസ്തകങ്ങൾ 100 പുസ്തകങ്ങളുടെ പേര് ഒന്ന് തെറ്റാതെ പറയാം, ഒറ്റയടിക്ക് പറയാം. 100 പുസ്തകത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി കുറച്ച് ആലോചിച്ച് പറഞ്ഞാൽ പോലും 100 പുസ്തകത്തിന്റെ പേര് പറയാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം അതിപ്പോ 100 പുസ്തകമൊക്കെ ഞാൻ പറഞ്ഞു, അതാണ് പ്രശ്നം. നിങ്ങൾ എന്താ എഴുതിയില്ലേ? ഇദ്ദേഹം ഇതേപോലെ കഥ എഴുതണം, കഥ എഴുതും, കവിത എഴുതും, കവിത എഴുതും, നോവൽ എഴുതും, നോവല്. ഇതിൽ കുറെ എണ്ണം എനിക്ക് വായിക്കാൻ തന്നില്ല കേട്ടോ, ഫ്രീ ആയിട്ട്. പൈസ എടുത്ത് വാങ്ങാൻ പറ്റില്ല. ഇത് സത്യം വായിച്ച് നമ്മൾ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. വായിച്ച് മടുക്കുക. ഞാൻ നല്ല വായനക്കാരനാണുള്ളതിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ചിലത് വായിച്ചിട്ട് മടക്കി വെക്കേണ്ടി വരും. വായിച്ച ഉറക്കം വരാത്തൊരാളാണ്. പക്ഷെ വായിച്ച് മടുത്ത് ഉറക്കം വന്നിട്ട് മാറ്റി വെക്കേണ്ട പുസ്തകങ്ങൾ എല്ലാം ആയിരുന്നു ഇദ്ദേഹം തന്ന എല്ലാ പുസ്തകങ്ങളും. ഒന്നുമില്ല. ഇങ്ങനെ ഈ ആനുകാലികങ്ങളില് പത്രങ്ങളിലൊക്കെ കോളം എഴുതുക, എന്തെങ്കിലും തോന്നി സാധനം എഴുതിക്കേണ്ടതുടൻ തോന്നിയത് മതി. ഒരു എത്ര 500 കേഴ്സറോ അല്ലെങ്കിൽ 500 വേർഡ് 1000 വേർഡ് കേഴ്സറോ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള സാധനം ചോദിച്ചാൽ അവർ പത്രക്കാർക്ക് കൊടുക്കും. അതിന് കാമ്പുണ്ടാവില്ല. കാമ്പില്ല, ഞാൻ പറഞ്ഞ കാമ്പില്ലാതെ എഴുതില്ല. ഇതേപോലെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തിന് ഒരു അവാർഡിന്റെ ജൂറി കമ്മിറ്റി മെമ്പർ ചെയർമാനായിരുന്നു. അപ്പൊ അതിലെ മെമ്പറായിട്ടുള്ള സാഹിത്യകാരിയാണ്. കുറെ കാലമായി ഞങ്ങൾ കണ്ടിട്ട് പത്രസമ്മേളനം നടത്താൻ പ്രസ് ക്ലബിൽ എത്തുന്ന പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് എന്റെ അടുത്ത് ഒരു പുസ്തകം ഇതിന്റെ പ്രകാശനം ചെയ്തു. ഞാൻ SPBയെ കുറിച്ചുള്ള പുസ്തകം, SP ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന അടുത്ത കാലത്ത് കൊറോണ ബാധിച്ച് മരിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള പാട്ടുകാരൻ. അപ്പൊ ഞാൻ കണ്ടിരുന്നു, പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ അയച്ചെന്ന് കണ്ടു. പക്ഷെ നിങ്ങളുടെ പത്രത്തിൽ മാത്രമൊന്നും കൊടുത്തില്ല, മറ്റു പത്രങ്ങൾക്ക് അതിനെ കുറിച്ച് സാധനം കൊടുത്തു. ഞാൻ പറഞ്ഞു സമയം കിട്ടിയില്ല, അതൊക്കെ കൊടുക്കേണ്ട നമ്മുടെ കുഴപ്പം എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നത് എന്നെ കുറച്ച് പുസ്തകം കൂടി ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴാ സെഞ്ചുറി അടിക്കുക ഇവരൊക്കെ അല്ല അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ വായിച്ചില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സെഞ്ചുറി അടിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തരത്തിൽ ഞാൻ പറയുന്നത്
നിങ്ങൾ സാഹിത്യ തൽപരരാണെങ്കിൽ, നിങ്ങൾ കലാതൽപരരാണെങ്കിൽ നിങ്ങളുടെ കല അവതരിപ്പിക്കുക. അത് ഏതെങ്കിലും ഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ എന്റെ പോക്കറ്റിലെ പൈസ ചെലവാക്കി ഞാൻ പ്രസിദ്ധീകരിക്കും എന്ന് വിചാരിച്ചാൽ ആർക്കും പറ്റും. ഇപ്പൊ നമുക്കൊക്കെ പറ്റും. ഞാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ പറ്റും. അല്ല, ഈ പല പ്രസാധകന്മാരും ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാം ഇത്ര റുപ്യാവും, 1000 കോപ്പി അടിക്കാൻ ഇത്ര രൂപയാവും എന്ന് പറയും. അപ്പൊ അത്ര കാശ് കൊടുത്താൽ ഇവർ ചെയ്യുന്നത് ഇപ്പോ ബുക്ക് ഓൺ ഡിമാൻഡ് എന്നൊരു പരിപാടിയുണ്ട്. ആ ബുക്ക് ഓൺ ഡിമാൻഡ് എന്നാൽ നിങ്ങൾക്ക് 10 കോപ്പി മതിയായിരിക്കും, 10 കോപ്പി അടിച്ചു തരും. അതിനുള്ള പൈസ. ബാക്കി 1000 കോപ്പിന്റെ പൈസ, 995 കോപ്പിയുടെയും പൈസ ഈ പ്രസാധകന് കിട്ടി. അവൻ മേലണങ്ങാതെ ഇതിനൊരു പ്രകാശന ചടങ്ങ് വെച്ചാൽ ഈ 10 കോപ്പിയോ 100 കോപ്പി എത്രയാണെന്ന് വെച്ചാൽ അത് അവിടെ കൊടുത്തു. ആ ഇത് ഓർഡർക്ക് കൊടുത്താൽ തീർന്നു. ഓർഡർക്കും അത് മതി. കുറെ ആള് വിളിച്ചു വരുത്തിയിട്ടൊരു പ്രകാശന ചടങ്ങ് വെക്കുന്നു. അവിടെ പലരും പലതിനെ കുറിച്ചും പറയുന്നത് ഗംഭീര പുസ്തകം എന്ന് പറയുന്നു. വിളിച്ചാൽ പിന്നെ പറയാതിരിക്കുന്ന പോയല്ലോ. മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നാണക്കേടല്ല. ഇപ്പോൾ എല്ലാവരും പറയും. അപ്പൊ ഇതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ പോകരുത്, പോവാതിരിക്കാന്നുള്ളത് എനിക്കതിലുള്ള അഭിമാനം. ഞാൻ എന്റെ കുറച്ച് പുസ്തകങ്ങളില്ല, ഞാൻ മത്സരിച്ച് പുസ്തകം എഴുതാറില്ല. ഇപ്പോഴും ഞാൻ തയ്യാറാക്കി വെച്ച കശ്മീരിനെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. പല ആളുകളും എന്റെ തന്നെ ചില സുഹൃത്തുക്കൾ ഇത് കുഴപ്പമാകുന്നു. നൗഫലാണ് എന്നോട് ചോദിച്ചത്, നമ്മളെ ഓഫീസിൽ നൗഫല്, ഇത് കുഴപ്പമാകുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലല്ല, ഇത് BJP ഭരിക്കുന്ന സമയത്തുകൊണ്ട് പ്രശ്നമാണ്. അത് ആ പുസ്തകം കുറച്ച് കുഴപ്പം. കശ്മീർ ഈ കശ്മീരിന് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണം ആണ് അന്വേഷിക്കുന്നത്. കശ്മീർ പിടിവാസികളുടെ ദുരന്തം എന്നാണ് പുസ്തകത്തിന് പേരിട്ടുള്ളത്. സത്യത്തിൽ അത് കുറെ ആളുകൾ നടത്തിയ, അത് ഒരാളുടെ ഭാഗത്തുനിന്നുള്ളതൊന്നല്ല, BJPക്കാർക്ക് എതിരായിട്ടുള്ള മാത്രമൊന്നുമല്ല. ആ സമയത്ത് പല ആളുകൾ, മൗണ്ട് ബാറ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയുള്ള ചില പിടിവാശികളും ചില കടുംപിടുത്തങ്ങളും അതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ദുരന്തമാണ്. നമ്മൾ ആലോചിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ 2 രാജ്യങ്ങളായി, പഴയ ബ്രിട്ടീഷ് ഇന്ത്യ രണ്ടായിട്ട് മാറിയിട്ട് പകുത്ത് തരുന്നു. ഈസ്റ്റ് പഞ്ചാബ് ഏരിയയെ പകുതിയാക്കുന്നു, മറ്റടുത്ത് പകുതിയാക്കും. അതിന്റെയൊക്കെ ചരിത്രം ഭീകരമായിട്ട്. ആ ചരിത്രത്തിലൊക്കെ നമ്മൾ വിഭജനം നടന്നിട്ട് 2 രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും എവിടെയാണ് ഈ മുറിച്ചതെന്ന് ആർക്കും അറിയില്ല. പഞ്ചാബ് മുറിച്ചത് എവിടെയാണ്? മുറിച്ചിട്ടില്ലായിരുന്നു. നമ്മളിവിടെ രക്തപ്പുഴ ഒഴുകാൻ കാരണങ്ങൾ ഒന്നതാണ്. നമ്മൾ ശരിക്കും അതൊക്കെ അറിയേണ്ട കുറെ, ഞാൻ അത്തരം കുറെ സംഭവങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചില്ല സമയം ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അന്ന് സ്വതന്ത്ര രാജ്യം, നമ്മൾ സ്വതന്ത്ര രാജ്യമാവുന്നതിനേക്കാൾ മുമ്പേ സ്വതന്ത്ര രാജ്യമാണ്, ബ്രിട്ടീഷുകാരുടെ അധീനതയിൽപ്പെടാത്ത രാജ്യമാണ് കാശ്മീർ. പക്ഷേ ഇന്ന് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ തമ്മിൽ തല്ലുന്നത് നമ്മളുടെ അതിർത്തിയുടെ പേരിലല്ല. നമുക്ക് 2 അതിർത്തി, ഒന്ന് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ അതിർത്തിയും പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ ശരിയായിട്ടുള്ള പാകിസ്ഥാന്റെ അതിർത്തിയാണ്. അതായത് നമ്മുടെ പഞ്ചാബിന്റെ അതിർത്തി. ഇവിടെ നമ്മൾ അധികം യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം ഉണ്ടാകുന്ന സമയത്തുള്ള പോരാട്ടം അല്ലാതെ നടക്കുന്നില്ല. മിക്ക ദിവസങ്ങളിലും പോരാട്ടം നടന്ന് അങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, കൊതുവഞ്ഞു കയറ്റുന്നു, വെള്ളമൊക്കെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നു. അക്കാലത്ത് വിഭജന കാലത്ത് നമ്മുടേതല്ലാത്തൊരു ഇത്. പക്ഷെ ഇത് നമ്മുടെ ഇതിലേക്ക് അവസാനം വരുന്നതിനിടയിലുണ്ടായ പ്രശ്നങ്ങൾ, വന്നാൽ ചെയ്യേണ്ടിയിരുന്ന ഇതിന്റെ ഒരു കുറെ അനാവശ്യമായ കുറെ പ്രശ്നങ്ങൾ നെഹ്റുവിന്, ഷെയ്ഖ് അബ്ദുള്ളക്ക് തുടങ്ങിയ കുറെ ആളുകൾക്ക് പറ്റിയിരുന്നു. BJP നേതാക്കന്മാർക്ക് ഒക്കെ പറ്റിയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ പല പുസ്തകങ്ങൾ എഴുതിയിട്ട് ഈ ചില പേടിച്ചിട്ടല്ല, ഇറക്കണമെന്നുണ്ട്, ഏതെല്ലാം ഇറക്കാൻ പോകുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതാണ് ചെയ്തിട്ടില്ല. ഞാൻ എഴുതിയ പുസ്തകം, എന്റെ ഒരു പുസ്തകം MT വാസുദേവൻ നായർ നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം അദ്ദേഹം നിർബന്ധിച്ചിട്ട് ഞാൻ എന്റെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് കറണ്ട് ബുക്സാണ്, അപ്പൊ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തിട്ടില്ല. എന്റെ ഒരു പുസ്തകം ഞാൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു, കുറെ 2 എഡീഷനിലിറക്കി. അപ്പോഴാണ് ബഹാദി ഉസ്താദ്, ദാർലുദയുടെ പ്രിൻസിപ്പളായിട്ടുള്ള
ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് അച്ചടിച്ച് വിതരണം ചെയ്യാൻ അറിയില്ല, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കോൺട്രാക്ട് ബൾക്കായിട്ട് എമൗണ്ട് വന്നുണ്ട പുസ്തകമാണ്. ആ പുസ്തകം മലയാളത്തിൽ അവർ ഇഷ്ടംപോലെ തവണ പ്രസിദ്ധീകരിച്ചു. ഹിന്ദിയിൽ 2 എഡിഷൻ കഴിഞ്ഞു. ഇംഗ്ലീഷിൽ എന്റെ ഫസ്റ്റ് എഡിഷൻ മലപ്പുറത്ത് വെച്ചാണ് എന്റെ പ്രകാശന ചടങ്ങുണ്ടായത്. സത്യം അങ്ങനെയൊക്കെ ആവുമ്പോൾ എനിക്ക് ഒരു സംതൃപ്തിയുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ആ പുസ്തകം എഴുതാൻ വേണ്ടി എഴുതി, എനിക്കൊരു പുസ്തകം എഴുതണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാൻ എന്റെ അനുഭവം പറയുന്നത് നിങ്ങളും ചെയ്യേണ്ടത്. പുസ്തകം എഴുതുന്നത് ഞാൻ വായിക്കാൻ, ഇസ്ലാം എന്താണ് എന്ന് വായിക്കാൻ വേണ്ടി 100 കണക്കിന് പുസ്തകങ്ങൾ, പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ ആവർത്തിച്ച് വായിച്ചിട്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദി എനിക്കധികം തീരെ വായിച്ചാൽ പിടിയിട്ടതാണ്. അതിൽ നിന്ന് വേറെ ഭാഷകളൊന്നും വായിച്ചില്ല. ഈ 2 ഭാഷകളിലും കിട്ടാവുന്ന വിധം പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ച് വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിക്കുമ്പോഴാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഇസ്ലാം അല്ലല്ലോ ഇത്, കുറ്റപ്പെടുത്തുന്ന രൂപത്തിലല്ലല്ലോ തോന്നിയിട്ട് അറിയാതെ എഴുതിപ്പോയ സംഭവം. എന്നിട്ട് പോലും പ്രകാശനം ചെയ്യുന്ന കുറെ കഴിഞ്ഞ് ഞാൻ സുപ്രഭാതത്തിൽ വരുന്നതിനേക്കാൾക്ക് എത്രയോ മുമ്പ് എഴുതിയ സംഭവമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ, എനിക്ക് ഇത്ര പുസ്തകം, ഞാൻ സെഞ്ചുറി അടിക്കുമെന്ന രീതിയിൽ നിങ്ങൾ എഴുതരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വായിക്കുക. ഈ സ്ഥാപനത്തിൽ ഞാൻ വിചാരിക്കുന്നത് പുസ്തകങ്ങൾ ഉണ്ടാവുന്നതാണ്, ഇല്ലേ? നല്ല ലൈബ്രറി ഉണ്ടാവില്ല, ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള മാർഗം നിങ്ങൾ തേടണം. പരമാവധി വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങളുടെ ആശയചക്രവാളം വളരെയധികം വിശാലമാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കൂപമണ്ഡൂകങ്ങളാകുന്നു. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവളയാണ്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. കിണറ്റിലെ തവളയ്ക്ക് അതിന്റെ ലോകം എന്ന് പറയുന്നത് ആ കിണറിന്റെ ഉള്ളിലാണ്, അടിയിലാണല്ലോ, വെള്ളത്തിലാണല്ലോ ഉണ്ടാവുക. ആ നേരെ മുകളിൽ കാണുന്ന ഒരു പൊട്ട ആകാശം മാത്രമായിരുന്നു. അതിനപ്പുറത്ത് ലോകത്തെക്കുറിച്ച് തന്നെ അറിയില്ല. നമ്മൾ അങ്ങനെയാവണം. നമ്മൾ വിശാലമായി ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ, നമ്മുടെ ആശയചക്രവാളം വർദ്ധിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ചിന്താമണ്ഡലം വികസിക്കണമെങ്കിൽ നമ്മൾ വായിക്കണം. വായിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. അത് വായനയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ പോലും വന്നിട്ടുണ്ട്. എന്റെ പ്രൊഫസറായിരുന്ന സുകുമാർ അഴീക്കോട്, അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം തന്നെ വിലമതിക്കാത്ത, അത്രയും വലിയ പുസ്തകമാണെന്ന് വിചാരിക്കാത്ത, അദ്ദേഹം കുറെ തത്വമസി, അങ്ങനെ കുറെ പുസ്തകങ്ങൾ, വളരെ ഗഹനമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, വളരെ ചെറിയ പുസ്തകം, വായനയുടെ സ്വർഗത്തിൽ എന്ന് പറയുന്നത്. വായനയുടെ സ്വർഗത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രത്യേകത, ഒരു കൃതി, ഏത് കൃതിയായാലും അത് നമുക്ക് തരുന്ന ഒരു വലിയ അനുഭവമാണ്. നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിശാലമായിട്ടുള്ള, നമ്മുടെ മനസ്സിന് ടെൻഷൻ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ തന്നെ അതാണ് ഏറ്റവും, നമ്മുടെ മനസ്സിനെ എത്രമാത്രം പ്ലസന്റ് ആക്കി മാറ്റാൻ പറ്റുന്നു, എത്രമാത്രം നമ്മുടെ മനസ്സിനെ വിശാലമാക്കി മാറ്റാൻ പറ്റുമോ, അതാണ് വായന നമുക്ക് തരേണ്ടത്. അങ്ങനെ തരുന്ന പുസ്തകങ്ങളാണ് വായിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ശിഥിലീകരിക്കുന്ന പുസ്തകങ്ങളിലേക്ക് പോകരുത്. മനസ്സിനെ വിശാലമാക്കുന്ന, നമുക്ക് കുറെ കൂടി വെളിച്ചം നൽകുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രകാശം പരത്തുന്ന പുസ്തകങ്ങൾ ഉണ്ടാകും. ആ പുസ്തകങ്ങൾ തേടിപ്പിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകും. അതാണ് സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ എഴുത്തുകാരെയൊക്കെ നയിക്കുന്ന ഒരു ലേഖനം. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ എഴുതാറുണ്ട്, എങ്ങനെ എഴുതണം, ആനുകാലികങ്ങളിലൊക്കെ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത് നിങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞ കാര്യമാണ്. എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലത് എഴുതാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത ഭാഷ വരും. അതൊരു വലിയൊരു അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്ന ഒരു വലിയ മനോഹരമായ ഒഴുക്കായിരിക്കും. അവിടെ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കുന്ന ചിത്രം, അവിടെ സാഹിത്യത്തിൽ പറയുന്ന ഒരു നിയമം ബാധകമല്ല. ബഷീർ പണ്ട് സ്വന്തം സഹോദരനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂബക്കർ മലയാളം സാഹിത്യം സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷാണ്. ഇപ്പൊ അബൂബക്കർ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു നോക്കിയപ്പോ പൊട്ട തെറ്റ്. കാരണം മലയാള ഭാഷയിൽ ഇങ്ങനെയല്ല പ്രയോഗിക്കുക.
അപ്പൊ ഇത് ഈ ഇതിലെവിടെ ആഖ്യാതം എവിടെ ചോദിക്കുന്നത് മലയാളം ഭാഷയാണ്. അനുജനാണെങ്കിൽ മലയാളം ഭാഷ. ബഷീർ ആണെങ്കിൽ നേരത്തെ തന്നെ സ്കൂൾ വിട്ടുപോയ ആളാണ്, സ്കൂളിൽ നിന്ന് ചാടിപ്പോയ ആളാണ്, നാട് വിട്ടുപോയ ആളാണ്. ഈ ആഖ്യാതൊന്നും ജീവിതത്തിൽ പഠിച്ചിട്ടില്ല. അപ്പം ബഷീർ കൊടുത്ത മറുപടി പോടെ ബെടുക്കൂസ് എന്നൊരു ആഖ്യാതും. അത് പറയുന്നത് പോടെ ബെടുക്കൂസ് എന്നുള്ള മലയാളത്തിൽ ബഷീർ ഉണ്ടാക്കിയതിനു ശേഷം ആണ് മലയാള സാഹിത്യത്തിൽ ഈ ഒരു വാക്കിന് സ്ഥാനം കിട്ടിയത്. ഈ പറയുന്ന രൂപത്തിലുള്ള ഇതാണ്. നിങ്ങൾ എഴുതുമ്പോൾ അതിൽ ആഖ്യമുണ്ടോ ആഖ്യാതമുണ്ടോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ അറിയാതെ കോയിൻ ചെയ്തെടുക്കുന്ന, നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് പോകുന്ന വാക്കുകൾക്ക് ഒരു വലിയ അർത്ഥതലം സൃഷ്ടിക്കാൻ പറ്റും. മലയാളത്തിൽ പല എഴുത്തുകാരും, മലയാളത്തിലെ മിക്ക സാഹിത്യത്തിലെയും പല എഴുത്തുകാരും ഗംഭീരമായ ഭാഷ കൊണ്ട് എഴുതിയിട്ടുള്ള ആളുകളല്ല. വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർക്ക് എഴുതുമ്പോൾ ഈ പണ്ടൊരു നമ്പൂരി പശുവിനെ തല്ലാൻ നോക്കിയ പോലെയാണ്. നമ്പൂരിയെ വടിയൊക്കെ എടുത്ത് പശുവിനെ തല്ലാണ്. പക്ഷെ തല്ലാൻ നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഓരോ ഭാഗവും അവിടെ തല്ലിയാൽ അതൊരു പ്രധാനപ്പെട്ട മർമ്മമാണ്. ഇദ്ദേഹത്തിന് മർമ്മം അറിയാം, ശരീരത്തിലെ മർമ്മം അറിയാം. ഇത് നോക്കൂ, അദ്ദേഹം തല്ലാൻ വിചാരിക്കുന്ന സ്ഥലം മുഴുവൻ പശുവിന്റെ മർമ്മം. പിന്നെ അവിടെ തല്ലും, അവസാനം വടി വലിച്ചെറിയുന്നതാണ്. നമ്മളാണെങ്കിൽ പശുവിനെ തല്ലണമെന്ന് വെച്ചാൽ മർമ്മം നോക്കുന്നില്ല, നന്നായിട്ട് പശുവിനില്ല ആളെ തല്ലണമെങ്കിലും മർമ്മം നോക്കാതെ നമ്മൾ തല്ലിയെന്ന് വരും. ഇതാണ് സത്യത്തിൽ തല്ലണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് തല്ലാനേ തോന്നുന്നു, അല്ലാണ്ട് മർമ്മം നോക്കാൻ സമയം ഉണ്ടാവില്ല. പണ്ഡിതന്മാർക്ക് വലിയ പ്രശ്നമാണ് എന്ത് ഭാഷ പ്രയോഗിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇന്ന ഭാഷ അറിയാതെ വരും. സ്വാധികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. നമ്മളൊരു സംഗതി എഴുതുമ്പോൾ എനിക്കുള്ള അനുഭവമാണ് അറിയാം. പിറ്റേ ദിവസത്തെ പത്രത്തിലെ ഹെഡിങ് ഒരു സംഭവം ഏത് മെയിൻ ആക്കണം എന്ന് പറയുമ്പോൾ ചില സംഭവങ്ങൾ എഴുതുമ്പോൾ ക്ലിക്ക് ചെയ്യും. ആ വാക്ക് അത് മാറ്റാൻ പറ്റില്ല, അതങ്ങ് വരും. അപ്പോൾ ആ ഒരു വാക്കുപോലെ 1-2 വാക്കുകൾ ചേർന്നുള്ള ഹെഡിങ് അത് മനോഹരമായിട്ട് വരും. അത് വരുന്നത് നമ്മുടെ പരിശീലനം കൊണ്ടാണ്. നമ്മളൊക്കെ ഭാഷ ഈ പത്രത്തിന്റെ ഇതിലൊക്കെ നമ്മൾ ഉൾക്കും ഭാഷാ പാണ്ഡിത്യത്തിലല്ല. ചില വാക്ക് വരുമ്പോൾ അതാണ് വേണ്ടെന്ന് വിചാരിക്കും, അത് നന്നായിട്ട് ക്ലിക്ക് ചെയ്യും. ഇതേപോലെ നിങ്ങൾ എഴുതുമ്പോൾ ഇതായിരിക്കണം. മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയായിരുന്നു കമലാ സുരയ്യ. പണ്ട് മാധവക്കുട്ടി എന്ന പേരിൽ എഴുതിയിരുന്ന, പിന്നെ കമലാ സുരയ്യ എന്ന പേരിൽ എഴുതിയിരുന്നത്. അവരുടെ എഴുത്തിനെ കുറിച്ച് പറയുന്നത് അവർ പഠിച്ചത് കേരളത്തിലല്ല, അവർ വളർന്നത് കേരളത്തിലല്ല. അവര് പിതാവ് കൽക്കത്തയിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, അവിടെയാണുള്ളത്. മാതാവ് നന്നായിട്ട് സാഹിത്യം അറിയുന്ന ആളാണെങ്കിൽ പോലും അവര് ഈ അവരുടെ ലോകത്ത് മാത്രമേ കവിതയൊക്കെ എഴുതുന്ന ഒരു ബാലാമ്മയാണ്. ഇതേപോലെയാണ് പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ പിതാവിന്റെ നിർബന്ധം. അതിനനുസരിച്ച് അവിടെ ഒന്നുകിൽ ബംഗാളി ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിനപ്പുറത്തൊന്നുമില്ല. മലയാളം അവർ വല്ലപ്പോഴും കേൾക്കാറുള്ളത്, പറയാൻ ശ്രമിക്കാറുള്ളത് നാട്ടിൽ വരുമ്പോൾ അവരുടെ വീട്ടിലെ മുത്തശ്ശിമാരും വേലക്കാരികളൊക്കെ സംസാരിക്കുന്നത്. അതാണെങ്കിൽ പറഞ്ഞ രൂപത്തിൽ ആഖ്യാതവും ഇല്ലാത്ത അബൂബക്കർ പറയുന്ന രൂപത്തിലുള്ള ഭാഷയൊന്നുമില്ല. ആഖ്യാതമുള്ളതല്ല, ആഖ്യാതമില്ലാത്ത നാട്ടിൻപുറത്തെ ആളുകൾക്ക് പറയും. പ്രത്യേകിച്ച് വീട്ടിലെ പണിക്കാരൊക്കെ പറയുന്ന വെച്ചാൽ അത് താനി ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു പക്ഷെ എന്റെ നാട്ടിലാൾക്ക് മനസ്സിലാവില്ല. ഓരോ പ്രദേശത്തെയും കൊളോക്കിയൽ ലാംഗ്വേജിലാണ് ആളുകൾ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതല്ല എന്റെ നാട്ടിലെ ഭാഷ, വ്യത്യാസമുണ്ടാവും. അപ്പൊ ആ കൊളോക്കിയൽ ഭാഷ, ഗ്രാമ്യ ഭാഷ, അതാണ് മാത്രമാണ് അവർ വല്ലപ്പോഴും സ്കൂൾ അവധിക്ക് വരുമ്പോൾ അത് മാത്രമായിരുന്നു അവരുടെ. അവർ ഇംഗ്ലീഷ് എഴുതാൻ ഭാഷാ പ്രശ്നം, അവർ ഇംഗ്ലീഷിൽ വെൽ വേഴ്സ്ഡ് ആയിരുന്നു. പക്ഷേ മലയാളത്തിൽ അവരൊന്നുമില്ല, അവർ മലയാളം പഠിച്ചിട്ടേ ഇല്ല, മലയാളം സ്കൂളിൽ പോയില്ല. പക്ഷെ അവർ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിരുന്ന മലയാളത്തിൽ എഴുതുമ്പോൾ അവർ പരിതപിച്ചെഴുതിയ സംഭവം. എനിക്ക് ഭാഷയൊന്നും എന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. എനിക്ക് മറ്റു പല ആളുകളും പല വാക്കുകളും പറയുമ്പോൾ അസൂയ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ തന്നെ ഒരു ഘട്ടത്തിൽ എഴുതിയ സംഭവമുണ്ട് അവരുടെ എഴുത്തിനെ കുറിച്ച്. എഴുതാനിരിക്കുമ്പോൾ എന്റെ തൂലിക പേന കുതിരയെ പോലെയാണ്, കടിഞ്ഞാൻ വിട്ട, വെറും കുതിരയല്ല, കടിഞ്ഞാൻ വിട്ട കുതിരയെ പോലെയാണ്.
അതെന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നത് എഴുതുന്നത് പിന്നെ എഴുത്താണ്. എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകുന്ന അനുഭവം എഴുതുന്ന ഒരു പ്രത്യേക ട്രാൻസിലായിരിക്കും. അതിന് ലഹരി കഴിച്ചുള്ള ഇതൊന്നുമല്ല. അവർ ഈ സാഹിത്യത്തിൻ്റെതായിട്ടുള്ള എഴുത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക മായിക പ്രപഞ്ചത്തെ അതിൽ അവർ ലയിച്ചു പോയി. അതിനെന്ത് വേണം? അതിനാണ് നമ്മൾ വായിക്കുക. ഞെക്കിപ്പിടിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ്റ്റ് തീർന്ന പേസ്റ്റിന് അവസാനം ഞെക്കിയെടുക്കില്ലേ, അതേപോലത്തെ ഒരു കൃതാവ്യായാമമാണ്. അതിലേക്ക് പോവാതിരിക്കുക. ഇത്രയുമാണ് എഴുത്ത് ജീവിതത്തിൽ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഉപദേശം എന്ന് പറയുന്നത്. എൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ചില എഴുത്തുകാരുടെ പരമം പുച്ഛം തോന്നുന്ന, ഞാൻ പറഞ്ഞത് 100 കഴിഞ്ഞിട്ട് ഇപ്പൊ 120 130 പുസ്തകം അദ്ദേഹം കേരളത്തിൽ ഇല്ലാഞ്ഞിട്ട് പോലും പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം തന്നെ വായിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ള പോലും നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ മറ്റുള്ള ആളുകൾ കൊണ്ട് എഴുതിക്കാറുള്ള ആളുകളുണ്ട്. നമ്മളതല്ല. നിങ്ങൾക്കൊക്കെ എഴുതാം. ഒരു പുസ്തകം മതി. ഒരൊറ്റ പുസ്തകത്തിലൂടെ അറിയപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതിന് വലിയ സാഹിത്യമൊന്നുമില്ല. നമുക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന സാഹിത്യകാരൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നത് അദ്ദേഹം എഴുതിയ വലിയ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന് പറഞ്ഞ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അദ്ദേഹം എഴുതിയ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന പുസ്തകമാണ്. വളരെ ചെറുത്. ആ പുസ്തകത്തെ കുറിച്ച് പറയാവുന്ന കാര്യം, ഒരു ചെറിയ കുട്ടിക്ക് പോലും LP ക്ലാസ്സിൽ പഠിക്കുന്ന, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാവുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡിക്ഷണറിയുടെ നിഘണ്ടുവിന്റെ സഹായമില്ലാതെ സുന്ദരമായിട്ട് വായിച്ചു പോകാവുന്ന പുസ്തകം. നിങ്ങൾ വായിച്ചു നോക്കുന്നു. ഒരു തരത്തിലുള്ള തട്ടും തടവുമില്ല. വളരെ ലളിതമായിട്ടുള്ള, ഇത്രയും ലളിതമായിട്ട് എങ്ങനെ എഴുതാം? പക്ഷെ അതുണ്ടാക്കുന്ന ഒരു വലിയ മായിക പ്രപഞ്ചമാണ്. ഒരു കടല്, ഒരു മത്സ്യം പിടിക്കുന്ന ഒരു സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആള് തോണിയിൽ, അയാള് പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത കടലിനടിയിൽ എവിടെയുള്ള ഒരു മീൻ, പിന്നെ ആകാശത്തോടെ പോകുന്ന പറവ, ആകാശം, ഇങ്ങനെയൊക്കെയല്ല. ഒരു മനുഷ്യൻ, ഒരു കഥാപാത്രം, ജീവിക്കുന്ന കഥാപാത്രം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, സാന്റിയാഗോ. പക്ഷേ ആ നോവലിൽ ധാരാളം സാന്റിയാഗോ ആരോടൊക്കെ സംസാരിക്കുന്നു. സാന്റിയാഗോ കടലിനോട് സംസാരിക്കുന്നത്, പിടിക്കുന്ന മീനിനോട് സംസാരിക്കുന്ന, അനുഭവത്തോട് സംസാരിക്കുന്നു. മീൻ നമ്മൾ കാണില്ല. സാന്റിയാഗോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ ഒരു ദുർഗതി എന്നൊക്കെ പറഞ്ഞിട്ട് സാന്റിയാഗോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള, പക്ഷെ നമ്മളത് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യന്റെ ഒരു വലിയ ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് അങ്ങനെ പോലെ നമ്മൾ ചിന്തിക്കാം, നമ്മുടെ ചിന്താമണ്ഡലം വർദ്ധിപ്പിക്കുക. അപ്പൊ ഒരു പുസ്തകം മതി നമ്മുടെ ജീവിതത്തെ എക്കാലത്തേക്കും ഓർമ്മിപ്പിക്കപ്പെടാൻ. അങ്ങനെയുള്ള ഒരു മഹത്തായ പുസ്തകം എഴുതാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരു പുസ്തകം എന്നല്ല, ഒന്നെങ്കിലും എഴുതാനുള്ള കഴിവുണ്ടാവട്ടെ. ഒരിക്കലും നിങ്ങൾ 52 പുസ്തകം എഴുതി എനിക്ക് പിന്നെ സ്വീകരണം തരണമെന്ന് പറയുന്ന എന്റെ നാട്ടിലെ എഴുത്തുകാരനാണ് എന്ന് പറയപ്പെടുന്ന ആളെ പോലെയോ, ഞാൻ ഇത്ര പുസ്തകം എഴുതി സെഞ്ചുറി അടിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നാണത്തോടുകൂടി പറയുന്ന സാഹിത്യകാരിയെ പോലെയോ, 126 പുസ്തകം എഴുതിയിട്ട് ഇനിയും വിടില്ല നാട്ടുകാരെ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനമായ വ്യക്തിയെ പോലെയോ ഒന്നും ആവാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം സംസാരിച്ചു പോയി ക്ഷമിക്കാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ, കാരണം ഞാൻ പറയണത് നിങ്ങൾ കേട്ടിരിക്കാനുള്ള, നിങ്ങളും ഞാൻ തമ്മിലൊരു സംവാദമല്ല, ഒരു ആശയവിനിമയം. നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാവർക്കും മറുപടി ഞാൻ പറയാം, ചോദിച്ചോളൂ എന്നുള്ള ആ അഹങ്കാരത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചാൽ പറയാനുള്ളതായിരുന്നു. പക്ഷെ അതിന് സമയം കഴിഞ്ഞാൽ പോയാൽ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല നിങ്ങൾ പിന്നെ അതേപടി ഞാൻ പറഞ്ഞതാണ് ശരിയായ കാര്യം എന്നുള്ളതൊന്നും അങ്ങനെ പിടിവാശിയൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് അല്ല, ഞങ്ങൾ ഇതേപോലെ 52 അല്ല 5000 പുസ്തകം എഴുതുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്നെ പോലെ ആൾക്കാർ അത് സ്വീകരണം കൊടുക്കണം എന്ന് പറയുമ്പോൾ, അയ്യോ അന്ന് വേറെ പരിപാടി, മലപ്പുറത്ത് പരിപാടി ഉണ്ടാകും, ഇവിടെ ആകുമ്പോൾ ഞാൻ വേറെ പറയും, കണ്ണൂർ പരിപാടി ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ചോദ്യം നമ്മൾ സംവാദം വേണമെങ്കിൽ മാത്രം സംസാരിക്കാം.
സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സാഹിത്യരംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇത് ചോദിച്ചാൽ അതിന് ബഹുമാനപ്പെട്ടവർ നിർദ്ധാരണം ചെയ്യാം എന്നാണ് ഇവിടെ അറിയിച്ചത്. ആർക്കും ചോദിക്കാവുന്നതാണ്, നമ്മുടെ സദസ്സിലുള്ള ആർക്കും ചോദിക്കാവുന്നതാണ്. പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളുമായി സഹകരിച്ചതിന് വേണ്ട നിർദ്ധാരണം തരും. ചോദിക്കാനുള്ള സൗകര്യങ്ങൾ സംഘാടകർ ഒരുക്കും. സാറിൻ്റെ എഡിറ്റോറിയലുകൾ ഞായറാഴ്ച വരുന്നത് പ്രത്യേകം വായിക്കാറുണ്ട്. ലളിതമായ ഭാഷയിൽ കുറഞ്ഞ വരികളിൽ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാറിൻ്റെ എഴുത്തുകൾ പ്രശംസാവാഹമാണ്. തുടക്കക്കാരായ വായനക്കാർക്കും പഠിതാക്കൾക്കൊക്കെ അത് ഗ്രഹിച്ചെടുക്കാൻ വളരെ എളുപ്പമാവാറുണ്ട്. പൊതുവെ ഇന്ന് വായിക്കുന്ന പല പുസ്തകങ്ങളും വായനക്കാർക്ക് ഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള പുസ്തകങ്ങളായിരിക്കാം. അപ്പോൾ ഇത്തരം ഒരു എഴുത്തിൻ്റെ ഒരു ശൈലി, ലളിതമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ വരികളിൽ അർത്ഥകരമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇത്തരം എഴുത്തുകൾ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കും? വിദ്യാർത്ഥികളായ ഞങ്ങളോട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത്? ഇതാണ് ഞാൻ പറഞ്ഞത്, വായന. നിങ്ങൾ പറഞ്ഞ സംഭവമാണ്. ഞാൻ ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതലേ വായിച്ച് എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വായിച്ചു തുടങ്ങി. കിട്ടുന്നതൊക്കെ വായിക്കും. പുസ്തകവും അതിനെ കുറിച്ച് നാട്ടിലിപ്പോൾ പണ്ട് പറയാറില്ല. പുസ്തകം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് എങ്ങനെ ജീവിച്ചു നിൽക്കുന്നത്. ഒരു പുസ്തകം എപ്പോഴും ഇങ്ങനെയാണ്, പുസ്തകമായിട്ട് അടുക്കുന്ന കുട്ടി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചെല്ലാം പറയുന്നത്. പക്ഷെ അന്ന് മുതലേ വായിക്കുമ്പോണ്ടാവുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാവാത്ത, വായിക്കുന്ന പലതിലും എനിക്ക് വാക്കറിയാത്ത, അന്നത്തെ പോലെയൊന്നും ഈ മൊബൈൽ ഫോണിൽ ലൈബ്രറി ഒന്നുമില്ലല്ലോ, ഡിക്ഷണറി ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഇഷ്ടംപോലെ വാക്കുകൾ ആരോടൊന്നും ചോദിക്കണം, പലരോടും ചോദിച്ചാൽ അറിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊരു കല്ലുകടിയാണ്, വായനയ്ക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കല്ലുകടി. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ഹെമിംഗ്വേയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ നിങ്ങൾ വായിച്ചു പോകും. എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു വാക്ക് അതിലുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന ആളാണെങ്കിൽ പോലും അതിങ്ങനെ ഒഴുക്കിൽ പോകും. അതുണ്ടാക്കുന്ന സുഖമാണ്. ഞാൻ ഓൾഡ് മാൻ ആൻഡ് ദ സീ വായിക്കുമ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം. അതേപോലെ തന്നെ ചെസ്റ്റേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരൻ, അദ്ദേഹം ലേഖനങ്ങളുടെ, അദ്ദേഹത്തിനെ കുറിച്ച് പറയാം, ചെസ്റ്റേട്ടൻ ഈസ് ജസ്റ്റേട്ടൻ എന്നാണ്. ചെസ്റ്റേട്ടന്റെ ശരീരം പോലും 10 അല്ല, അതിനപ്പുറത്തേക്ക് ഉള്ളതാണ്. ഇദ്ദേഹത്തിന്റെ എഴുത്ത് ഭീകരമാണ്. വായിച്ച് നമ്മൾ പിന്നെ ഓരോ വാക്കിനും ഡിക്ഷണറി നോക്കണം. അപ്പൊ ഒരു പേജ് മറക്കണമെങ്കിൽ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ വേണ്ടി വരും. ഞാനൊക്കെ എന്റെ വായിക്കാൻ നോക്കുമ്പോൾ നല്ല സംഭവമാണ് അദ്ദേഹം എഴുതി വെച്ച് വായിക്കാൻ പറ്റില്ല, പിടികിട്ടില്ല. നമുക്കെല്ലാം ഇംഗ്ലീഷിലെല്ലാ ഭാഷയും അറിയും, ഇപ്പോഴും അറിയില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ. അപ്പൊ എനിക്കുണ്ടായ അനുഭവം, ഞാൻ എന്തുകൊണ്ടാണ് ലളിതവൽക്കരിച്ച് എഴുതുന്നത്. പിന്നെ രണ്ടാമത്തെ സാധനം, ഏത് പത്രവും നമ്മൾ സുപ്രഭാതം എടുത്തു നോക്കാം. സുപ്രഭാതത്തിന്റെ വായനക്കാരിൽ 99% പണ്ഡിതന്മാരല്ല, മലയാള ഭാഷയിൽ അവഗാഹമുള്ള ആളുകളല്ല എന്നുള്ള ഒരു സംശയമാണല്ലോ, സംശയമില്ലല്ലോ. സാധാരണ ആളുകൾ, പ്രത്യേകിച്ച് പത്രം വായിക്കുന്ന സാധാരണ ആളുകൾ, വീട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, അവർ വലിയ സാഹിത്യം പഠിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വാക്കുകളെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ വേണം. പണ്ട് കാലത്ത് ഞാനിത് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് ഞാൻ മലയാള സാഹിത്യം പഠിച്ചിട്ടുള്ള ഒരാളാണ്, കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആ പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളിൽ 2 നോവലുകൾ ഉണ്ടായിരുന്നു. ആദ്യകാല നോവലുകൾ നാട്ടിൽ ഒന്ന് ഒ ചന്ദമേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖ, വേറൊന്ന് CV രാമൻപിള്ള എഴുതിയിട്ടുള്ള മാർത്താണ്ഡവർമ്മ.
ഇത് രണ്ടും നമ്മൾ CV രാമൻപിള്ള വലിയ ഗംഭീര സാഹിത്യകാരനല്ലേ, പക്ഷെ മാർത്താണ്ഡവർമ്മയൊക്കെ വായിച്ച നോവലൊക്കെ വായിക്കുമ്പോൾ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിൽ ഒരു വരി ഞാൻ പറയാം, ഏറ്റവും കൗതുകം ഉണ്ടാക്കേണ്ട ഒരു അധ്യായത്തിലെ വരിയാണ്. എന്നുവെച്ചാൽ അങ്ങനെ വിശ്വാസം, ഇപ്പൊ നീ പിശാച് യക്ഷി എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് അനന്തപത്മനാഭൻ പെട്ടെന്ന് കാണാതെയാവും. ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കടന്നു പോകേണ്ട വഴി, രാത്രിയിൽ പോവുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് കടന്നു പോകേണ്ട വഴി എന്നതുപോലെ കാറും ബസ്സും ഒന്നും ഇല്ലാത്തതാണ്, കള്ളിയങ്കാട് എന്ന് പറയുന്ന കാട്ടിലൂടെ പോകണം. ഒരു ചെറിയ കാടാണ്, ചെറിയ കാട്, വലിയ കാട്. അപ്പൊ കള്ളിയങ്കാട്ടിന്റെ പ്രത്യേകത, കള്ളിയങ്കാട്ടിൽ ഉച്ചയ്ക്ക് പോലും ആളുകൾ നടക്കാൻ മടിക്കും, പേടി. കാരണം അവിടെ യക്ഷിയുണ്ട്, നീലി എന്നാണ് യക്ഷിയുടെ പേര്. ആ യക്ഷി ആളെ തിന്ന് ഭക്ഷിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇയാൾ അതിലേന്ന് പറയട്ടെ, പിന്നെ ഞാൻ യക്ഷികളെ കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാമുകിയോട് ഈ കാമുകിയുടെ അമ്മ പറയുന്നതാണ്, ഇപ്പൊ കാമുകിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാണ്. ഇനി അവന് ആലോചിച്ചിട്ട് കാര്യമില്ല, അവൻ തീർന്നു, അവൻ നീലിയുടെ വായിലകപ്പെട്ടു. അത് ആ കള്ളിയങ്കാടിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അത് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? എന്നിട്ട് കള്ളിയങ്കാടിന്റെ ഭീകരത വർണ്ണിക്കുകയാണ്. അതിൽ ഒരു വരി ഞാൻ പറയാം, ജില്ലി ഝങ്കാര നാദനിധനമാണ് കള്ളിയങ്കാട്. മനസ്സിലായ ഒരാളെ ഒന്ന് കൈവയ്ക്കാൻ എനിക്ക് സന്തോഷം. ആർക്കെങ്കിലും മനസ്സിലാവാൻ ഒന്നുമില്ല, പക്ഷേ മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് ഇതാണ്. ഇതേ സമയത്ത് ചന്തുമേനോൻ എഴുതിയത് പൊഹ കല്യാണിക്കുട്ടി പൊഹ എന്ന് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാവും. അതിന് സംശയമില്ലല്ലോ. പൊഹ എന്നൊക്കെ പുകയെ കുറിച്ച് നാട്ടുപുറത്ത് പറയുന്നതാണ്. ആ രീതിയിലുള്ള എഴുത്ത്, വളരെ ലളിതമായിട്ടുള്ള എഴുത്ത്. ഈ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ നാളിനിപ്പം ജില്ലി ജങ്കാരം നാദനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, മനസ്സിൽ നിങ്ങൾക്ക് എളുപ്പം. അത് ജിൽ എന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്. അത് ആ രീതിയിലാണ്. ചിലങ്ക ഒന്ന് കുലുക്കുമ്പോൾ, മണി കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം പോലെ ചിലങ്കര കുലുക്കത്തിന് എഴുത്തിൽ കാണുക, അങ്ങനെയല്ല കുലുക്കം. എന്നാൽ പോലും ജിൽ എന്നാണ് പറയുക. അപ്പൊ ജില്ലി ഝങ്കാരം തന്നാണ് ശബ്ദം. ജിൽ എന്ന ശബ്ദം, അതിന്റെ നാദം എന്ന് പറയുന്ന ശബ്ദമല്ല, മുഴക്കമാണ്. അങ്ങനെ ഒരു ചിലങ്ങനെ മണി കടിച്ചു കഴിഞ്ഞാൽ ഒരു മുഴക്കമുണ്ടല്ലോ, മോളിലുണ്ടാവും. ആ മോളിൽ അതിന് നിറഞ്ഞ, എവിടെ നോക്കിയാലും ചിലങ്കയുടെ ശബ്ദം നിറഞ്ഞിട്ടുള്ള, അതിനാൽ മണ്ഡിതമായ, പൂരിതമായ, നിറഞ്ഞ കള്ളിയങ്കാട്. ഇതാണ് സംഭവം. അതായത് ചിലങ്കയുടെ ശബ്ദം എവിടെ, ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒറ്റയ്ക്ക് ഒരാള് രാത്രിയിൽ നടന്നു പോകുമ്പോൾ ഇവിടുന്ന് ചിലങ്കയുടെ ശബ്ദം, അവിടുന്ന് ചിലങ്കയുടെ ശബ്ദം, ഇങ്ങനെ പേടിച്ചു പോകും അല്ലേ? പേടിച്ചു പോകും എന്നുള്ള ഇതാണ് ഇത്. പക്ഷെ കേട്ടാൽ ആരും, ഞാൻ ഈ ചെറുപ്പത്തിൽ വളരെ കുട്ടി, എനിക്ക് പേടി ഉണ്ടാവുന്ന സമയത്തൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ അപസർപ്പ കഥകളൊക്കെ വായിക്കുമ്പോൾ, ഡ്രാക്കുളയൊക്കെ വായിച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും വായിക്കാൻ കൗതുകമുണ്ട്. അപ്പൊ ഇത് പക്ഷെ വായിക്കുമ്പോൾ എനിക്ക് പേടിക്കാണ്, ഇതെന്താ പിടികിട്ടുന്നില്ല. ജില്ലിച്ചങ്കാര നാദകന പണ്ഡിതെന്ന് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടാത്തത് കൊണ്ട് അന്ന് ആ വായിച്ച് എനിക്ക് ഒരു തരത്തിലെ പേടിയുണ്ടായില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾ പറയുന്ന കാര്യം, കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്. നിങ്ങൾ എന്ത് എഴുതുകയാണ്, വാർത്ത എഴുതുകയാണെങ്കിലും, ലേഖനം എഴുതുകയാണെങ്കിലും, കഥ എഴുതുകയാണെങ്കിലും, കവിത എഴുതുകയാണെങ്കിലും ഒക്കെ, പാട്ട് എഴുതുകയാണെങ്കിലും, പാട്ട് പാടുകയാണെങ്കിൽ, ഇതൊക്കെ ആളുകൾ, നിങ്ങൾ പറയുന്നത് എന്താണോ അത് ആളുകളിലേക്ക് എത്തുന്നതാണ് ശരിയായ കമ്മ്യൂണിക്കേഷൻ. ഒരു ശതമാനം പോലും ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാവാതെ, KSCB-കാർ പറയുന്ന സാധനമുണ്ടല്ലോ, ട്രാൻസ്മിഷൻ ലോസ്, അതുണ്ടാവാതെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഇത്രയും സമയം ചെലവഴിച്ചത് വെറുതെയാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നു ഈ ചങ്ങാതിനെ വിളിച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം, ഒന്ന് മനസ്സിൽ എന്തെല്ലാമോ പറഞ്ഞു എന്ന് തോന്നിയാൽ, ഞാൻ തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, തോന്നിയാൽ ഞാൻ, നിങ്ങളെ കുഴപ്പമില്ല, ഞാൻ മഹാപരാജയമാണ്. ആ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ തീരുമാനിച്ച് എന്തെഴുതുകയാണെങ്കിലും അത് നാട്ടുകാർക്ക് മനസ്സിലാവണം,
ഇതെന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നോക്കിയിട്ടാണ് പലപ്പോഴും എഴുതാറുള്ളത്. എന്നാൽ പോലും ചിലപ്പോൾ ചില ആൾക്ക് ചില വാക്കിന്റെ അർത്ഥം പിടിയിട്ടൊക്കെ വന്നേക്കാം. എന്നാൽ പോലും എഴുതുന്ന ടോട്ടൽ നിങ്ങൾ ചെയ്യേണ്ട എന്റെ ഉപദേശമാണ് ലളിതമാക്കുക. അത് നമുക്കൊരു ആശയത്തെ കുറിച്ച് പറയുമ്പോൾ എഴുതാൻ പിന്നെ ഒരു വാക്ക് മതി, ഒരു സംഭവം മതി, അത് സ്പാർക്കായിട്ട് വരും. പിന്നെ നമ്മൾ എഴുതുന്ന ഈ പറഞ്ഞ കമലാസുരിയെ പറഞ്ഞതുപോലെ അതൊരു ഒഴുക്ക് കുതിര പോലെ നമ്മൾ എഴുതി പേനയില്ലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വിരലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ എന്താ ചെയ്യും, നമ്മൾ നോക്കുന്നത് ഇങ്ങനെ സാധനം തീരും. ഞാൻ ഇന്ന് എന്റെ കോളം എഴുതാൻ ഇന്നത്തേക്കുള്ള എന്റെ കോളം നാളെ പ്രസിദ്ധീകരിക്കുന്ന കോളം എഴുതാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ വടകരയിൽ പോയി അതിനിടയിലൊക്കെ ഓരോ തിരക്കായിരുന്നു. പോയിട്ട് തിരിച്ച് ഓഫീസിലെത്തുമ്പോൾ 8:30 പിന്നെ ഓഫീസും കഴിഞ്ഞാൽ കൂടി രാത്രി വീട്ടിലെത്തുമ്പോൾ 10:10 ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു 11:30 എഴുതാൻ തുടങ്ങി. ഞാൻ പിന്നെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അത് തീർത്തോടെ പിന്നെ എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ടെൻഷനില്ല. മറ്റേ ഞാനിവിടെ നിന്ന് പോയി വേണം അത് എഴുതാൻ. എന്താണ് എഴുതേണ്ടതെന്നുള്ളപ്പോൾ ആലോചിച്ചുണ്ടാക്കുകയാണ്. അപ്പൊ എനിക്ക് ഞാനൊരു മനുഷ്യാവകാശ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കൊന്നും പിന്നെ ഇതിനെക്കുറിച്ച് എഴുതാം, അവിടെ സംസാരിച്ച് വേണ്ട, വേറെന്താ എഴുതാം. നമ്മൾ ഈ മനുഷ്യാവകാശം ഞാൻ അവിടെ പറഞ്ഞ വാക്കാണ് എനിക്കൊരു പ്രചോദനമായത്. അതാണ് നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു സംഗതി എഴുതാൻ. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ അവിടെ കാണുന്നത് ഹ്യൂമൻ റൈറ്റ്സ് സെലിബ്രേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സ് ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുന്നു. നിങ്ങളിപ്പോ ഇതുവരെ പറഞ്ഞത് പോലീസുകാർക്ക് മനുഷ്യാവകാശങ്ങളിൽ എല്ലാവരും ചവിട്ടി മതിക്കുന്നതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ പറയണം, പത്രപ്രവർത്തകർ മുഴുവൻ പറയണത് തന്നെയാണ് ഞങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ ചവിട്ടി മതിക്കുന്നു. സത്യമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇത് ആഘോഷിക്കുന്നത് നമ്മളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയിട്ടുള്ള, നമ്മുടെ ജീവിതം ഒന്നിനും കൊള്ളാതാക്കിയിട്ടുള്ള ഒരു സാധനം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കാര്യവിചാരം ചെയ്യണം, അതിന് പരിഹരിക്കാനുള്ള കാര്യങ്ങളെ ചിന്തിക്കുക. അപ്പൊ എനിക്കൊരു ഒരു സെലിബ്രേഷൻ കിട്ടാത്ത മനുഷ്യാവകാശം ആഘോഷിക്കണം എന്നുള്ളതാണ് കൈവന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു സാധനം തന്നു. അപ്പൊ ഞാൻ വീട്ടിലൊന്നും പിന്നെ തന്നെ ആലോചിക്കാൻ ഞാൻ അവിടെ ഞാൻ തയ്യാറാക്കി. അപ്പൊ കുറെ സാധനങ്ങൾ എന്താണ് എഴുതണമെന്നുള്ളത് അതുവരെ മനസ്സിലേക്കില്ല. ഞാൻ ഇതിന്റെ നോട്ട്സ് ഒന്നും എടുത്ത് വെച്ചിട്ടല്ല പോകുന്നത്. ഞാൻ വീട്ടിൽ ഓഫീസിൽ വരുമ്പോൾ അവർ വണ്ടി കൊണ്ടുവന്നപ്പോൾ 8:15 കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി. അപ്പൊ അവിടുത്തെ കുറെ പണി, അവിടുത്തെ പിറ്റേ ദിവസത്തെ പത്രത്തിന്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മെയിൻ എന്താക്കാനുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ ഞാൻ ലേറ്റായിട്ട് വന്നതുകൊണ്ട് അത് ഉൾപ്പെടെ തീരുമാനിക്കണം. അത് കഴിഞ്ഞ് ഏതാണ്ടെല്ലാം ശരി, കുഴപ്പമില്ല, പത്രം ഇറങ്ങുന്നതിന്റെ തടസ്സമില്ലാണ്ട് ഞാൻ അവിടെ പോന്നിട്ട് എനിക്ക് ഈ വടകര വരെ പോയി തിരിച്ച് നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ പോലും ഭയങ്കര ക്ഷീണമായിരിക്കും യാത്ര. പഴയ പണ്ടത്തെ ചെറുപ്പത്തിലുള്ള പോലെയല്ല, സ്വാഭാവിക ക്ഷീണം. അപ്പൊ ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം പിന്നെ അപ്പൊ അത് ഉറങ്ങിയാൽ മതി. പിന്നെ പക്ഷെ ഞാൻ ചോദിച്ചത് ഇന്നത്തെ ഇവിടെ വരുന്ന രാവിലെ വരണം. അപ്പൊ അത് വരാൻ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിലെ തോന്നല് ഇനിയിപ്പോ എന്താ കൊടുക്കേണ്ടത്, എപ്പോഴാണ് തീർക്കുക. അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ഇന്നലെ തന്നെ അവിടെ തന്നെ വിഷ്വൽ മീഡിയന്റെ ആളുകൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ, ഞാൻ തയ്യാറാക്കാത്ത സാധനം ഷൂട്ട് ചെയ്യാൻ എന്തിനെ കുറിച്ച് കൊടുക്കുന്നുള്ള തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മള് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് സന്തോഷം തോന്നിയ എല്ലാവരും മനസ്സിലങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞു ലളിതമാണ്. അതൊരു ഇന്നലത്തെ പോയ സമയത്ത് ഈ പോലീസുകാരെല്ലാം അപ്പൊ അവര് സ്വാഗതം പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന എല്ലാ ദിവസവും കാണുന്ന ചാനൽ ചർച്ചയിൽ വളരെ ലളിതമായിട്ടും സൗമ്യമായിട്ടും എനിക്ക് ഞാൻ സംസാരിക്കുന്നത് ലളിതമാണെന്ന് എനിക്ക് എന്റെ തോന്നലുണ്ടായിരുന്നു. സൗമ്യമായിട്ട് സംസാരിക്കുക എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഇതാണ് ഒരു എഴുത്തുകാരന്, ഒരു പ്രസംഗകന് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞ് എനിക്കിത് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സത്യം അത് നമുക്ക് പിടിയിട്ടില്ല. എന്താ പറഞ്ഞത് നമ്മൾ ചോദിക്കാൻ. ഞാൻ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോഴാട്ടോ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ ഒരു പിടിയും കിട്ടില്ല എന്താ പറഞ്ഞെന്നുള്ള അവസ്ഥ. ആകെ ടോട്ടൽ കൺഫ്യൂഷൻ അറിയിക്കും നമ്മള്. അയാൾക്കുണ്ടാവില്ല, നമുക്കുണ്ടാവില്ല. ഞാൻ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതണ്ടേ. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു മന്ത്രിയുടെ അടുത്ത്, മന്ത്രിയുടെ പേര് പറഞ്ഞത്. അപ്പോ എനിക്ക് പിടിയിട്ടാത്ത സാധനമാണ്. അദ്ദേഹം കടാവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ സുഹൃത്തു കൂടിയാണ്, ഒന്നുമില്ല അദ്ദേഹത്തിന് മോശമില്ലാത്ത കാര്യം കൊണ്ട് ആളെ പറയും. എന്റെ വളരെ അടുത്ത സുഹൃത്തിന് അക്കാലം ഞങ്ങൾ ഒരേ പ്രായക്കാർ കൂടി ആയതുകൊണ്ട് വളരെ സൗഹൃദമുള്ളതാണ്. ഇപ്പോഴും
മുനീർ മന്ത്രി മുനീർ ഡോക്ടർമാരുടെ ഒരു പരിപാടിയാണ്. ഇപ്പൊ കടാവ ട്രാൻസ്പ്ലാന്റേഷൻ കുറിച്ച് അപ്പൊ ഞാനിത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് മരിച്ച ആളുകളുടെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല, അവയവം മാറ്റിവെക്കില്ല, ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല ചങ്ങ, ഇതൊന്നും നേരത്തെ കൃത്യമായി പറഞ്ഞാൽ പോലെ എന്നെ പോലെ വിവരദോഷികൾ ഉണ്ടാവില്ല ഇവിടെ. ഇതൊക്കെ ഞാനൊക്കെ എന്റെ അനുഭവം കണ്ടിട്ട് ലളിതമാക്കി പോയത്. കാരണം എനിക്ക് പിടിയിട്ടില്ല പലരും. പിന്നീട് കടയാവോ എനിക്കറിയാം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പല ആൾക്കും ചിലപ്പോൾ കടയാവ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ലളിതമാക്കുക. ഉദാഹരണത്തിന് ചോദ്യം, നിങ്ങൾ നിർത്തേണ്ട സമയം നിർത്തണം. എനിക്കുള്ള കുഴപ്പം, ഞാൻ ടൈം കൃത്യമായി വന്നാൽ പാലിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ രസമാണ് ചെയ്യാനെന്ന് പറയും. ഒന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. വായനാലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥികളോട് ഒരു സാഹിത്യകാരനെന്ന നിലയ്ക്ക് സാറിന് നൽകാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളിൽ തെറ്റുന്നു. ഒന്ന്, ഞാൻ സാഹിത്യകാരന് പറയാനില്ല. ഞാൻ എഴുതിയിട്ടില്ല, 5-8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ അല്ലാതെ ഇതൊന്നും അതൊന്നും സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടണമെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യകാരൻ, ഞാനും സാഹിത്യകാരൻ പറഞ്ഞാൽ ആളുകൾക്ക് ഇതാവും അല്ലേ. ആ ഒരു ഇതിലേക്ക് എന്നെ കാണരുത്. എനിക്ക് എഴുതണം എന്ന് തോന്നി ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് എഴുതാൻ തോന്നിയല്ലേ. വായന ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളുടെ ഉപദേശങ്ങൾ നിങ്ങൾ വായിക്കുക. അതിനാണ് നിങ്ങൾ സത്യത്തിൽ വായിച്ച് തുടങ്ങുന്ന ഈ ചൂമാറഴീക്കോടിന്റെ ഈ പുസ്തകം കിട്ടുമെന്ന് വായിക്കാവുന്നതല്ല. അത് പ്രിന്റിലില്ല എന്നാണ് എന്റെ സംശയം. കാരണം ഈ പുസ്തകം ഞാൻ തന്നെ കിട്ടിയില്ല. ഞാൻ അഴീക്കോടിന്റെ ശിഷ്യനായ ആയിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം, അദ്ദേഹം ഈ ബോർഡിന്റെ പരീക്ഷാ ബോർഡിന്റെ ചെയർമാൻ, ഈ സിലബസ് തയ്യാറാക്കുന്ന ബോർഡിന്റെ ചെയർമാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ പബ്ലിഷേഴ്സും 2 പുസ്തകം അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം തനിച്ചാണ്, വിവാഹിതനല്ല, വെക്കാൻ പറ്റാത്ത എല്ലാ മുറിയിലും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും എന്നോടൊരു വെക്കേഷൻ കാലത്തിനോട് പറഞ്ഞു, തനിക്ക് വീട്ടില് വെക്കേഷന് പോകണം നിർബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോ അങ്ങനെയാണ് എന്റെ ലൈബ്രറി ഒന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പോയി. എന്നിട്ട് ഓരോ 2 കോപ്പികളിലൊക്കെ മാറ്റിയിട്ട് ഓരോ കോപ്പിയൊക്കെ ആക്കി ഇദ്ദേഹത്തിന്റെ കുറെ ഷെൽഫുകളിലേക്ക് മാറ്റിയിട്ട് ബാക്കി പുസ്തകങ്ങൾ, ചിലതെന്ന് അദ്ദേഹം പറയും ഇത് അനാവശ്യമായ റബ്ബിഷായിട്ടുള്ള പുസ്തകമൊക്കെ വേണ്ടെന്ന് പറയും. ഇതെല്ലാം കൂടി കൂട്ടിയ എല്ലാ അവസാനമായിട്ട് ഞാൻ ചോദിച്ചു, പക്ഷെ ഇതെന്താ ചെയ്യാൻ പോകുന്നു? അതിനിപ്പോ എനിക്കാവശ്യമില്ല, എവിടെയും കൊടുക്കണം, ആരെങ്കിലും ലൈബ്രറിക്കാർക്കൊക്കെ വേണ്ടി കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈബ്രറി ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് ചോദിച്ചു. എന്നാൽ എന്റെ വീട്ടിൽ ലൈബ്രറി ഒന്നുമില്ല. ചെറിയ കുറച്ച് പുസ്തകം 10-25 പുസ്തകങ്ങളൊക്കെ ഇല്ലാണ്ട് ലൈബ്രറി എന്ന് പറയാമെന്നില്ല. അപ്പൊ താനെങ്ങനെ കൊണ്ടുപോകുന്നു? ഞാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചിട്ടും കൊണ്ടുപോയിക്കോളാം. അപ്പൊ വേണ്ട പുസ്തകങ്ങൾ എടുക്കണം. ഞാനന്ന് കുറെ സെലക്ട് ചെയ്തു. ഓരോ ഓട്ടോറിക്ഷയിലെ 3-4 ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. കാരണം എനിക്ക് ഫ്രീ ആയി കിട്ടില്ല, പൈസ കൊടുക്കാണ്ട് പുസ്തകം കിട്ടാൻ പലതും തുറന്നു വെക്കാത്ത പുസ്തകം. അപ്പൊ അതിൽ ഏതാണ്ട് ഈ വാലൻപാറ്റൊക്കെ തിന്ന് ഇതാക്കിയുള്ള കുറെ പുസ്തകം ഉണ്ടായിരുന്നു. അതിലൊരു പുസ്തകം ഞാൻ ഒരു ചൂമാറഴീക്കോട്. അപ്പൊ ഞാൻ പറഞ്ഞത് സാറിന്റെ പുസ്തകമല്ലേ? അതിലൊരു കോപ്പി എന്റെ അടുത്തുണ്ട്, മറ്റേ കോപ്പി ഇങ്ങനെ കേടായി തുടങ്ങി. അത് വേണ്ട, കളയാൻ നിനക്ക് വേണ്ടിയില്ല. ഞാൻ വെറുതെ എടുത്ത് കുറച്ചു നേരം അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് വായിച്ചു. ഗംഭീരമായ ഒരു സമയം വായന. എനിക്കിപ്പോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി, വായനാ ലോകത്തേക്ക് കടന്നു വരേണ്ട ഒരാള് നിങ്ങളെ എങ്ങനെയാണ് വായന നമുക്കൊരു വല്ലാത്തൊരു ആശയചക്രവാളം ഉണ്ടാക്കി തീർക്കുന്നത് എന്നതിന് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് പുസ്തകം. വായിച്ച് നമ്മളങ്ങനെ നിങ്ങൾക്ക് കൗതുകം തരുന്ന, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കുന്ന, നിങ്ങളെ കൂടുതൽ ആവേശം ജനിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ പകരുന്ന പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഒരു തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വായനയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം, അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു സാധനം, പറയാൻ പാടില്ലാത്ത എൻ്റെ അച്ഛനെ പങ്കാളിയാക്കി പറയുന്നത്, കുറച്ച് കുറ്റപ്പെടുത്തി പറയേണ്ട ഒരു സാധനമാണ്. കുറ്റപ്പെടുത്തില്ല, അച്ഛൻ്റെ ആ സമയത്തുള്ളൊരു ദേഷ്യത്തിലാണ് ചെയ്തത്. എൻ്റെ അച്ഛനെ കച്ചവടക്കാരനായിരുന്നു. നമ്മള് മസാല കച്ചവടം എന്ന് പറയില്ല. അച്ഛൻ്റെ ഇടയ്ക്ക് അവിടെ എന്നെ നിർത്തി. ആരെയും വന്നാൽ കണക്ക് എഴുതി വെക്കലും പൈസ വാങ്ങിയൊക്കെ കുറെ ആള് പറ്റുവാങ്ങാന്ന് അറിയില്ല.
പാകുണ്ടാവും, കടം വാങ്ങൽ. അപ്പൊ ആ സമയത്ത് അതൊക്കെ എഴുതി വെക്കണം. സാധനം എടുത്തെടുക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷെ അത് എഴുതി വെക്കണം. അച്ഛൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നാണെങ്കിൽ ഈ പിന്നെ വീഡിയോയിൽ ഇരുന്നിട്ട് ഈ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ അത് അപ്പൊ അത് എഴുതികൾ ഇത്ര പേജുകൾ എന്ന് പറഞ്ഞാൽ അത് അവിടെ കടലാസിൽ എഴുതി വെച്ചാൽ ബാക്കി അച്ഛൻ പുസ്തകങ്ങളിലേക്ക് മാറ്റേണ്ട അച്ഛനായിരുന്നു. ഞാനത് പലതും എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഇതിന്റെ വായനയുടെ എല്ലാം കിട്ടുമോ? അത് എഴുതിയില്ലാന്നുള്ള ഓർക്കുന്ന പോലും എഴുതിക്കൂടെ എന്നിട്ട് വായിച്ചാൽ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അങ്ങനെ ഒരു സാധനം കുറെ കണക്ക് എഴുതാൻ ചില ഞാൻ ഇത്ര സാധനം വാങ്ങിയിരുന്ന ചില ആൾക്കാർ അവരും സത്യസന്ധന്മാരാണ് കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛനെ മറിച്ച് നോക്കുമ്പോൾ വെട്ടാൻ ഒന്നും കാണില്ല. കാരണം അവരുടെ പേരിൽ ഒരു ചില്ലിക്കാശ് പോലെ എഴുതിയിട്ടുണ്ടാവും. ഒരു അച്ഛൻ ഞാൻ മുന്നേ വായിച്ചു. അപ്പൊ അച്ഛൻ എന്റെ വായന പുസ്തകം വായിച്ചു. പക്ഷെ ഞാൻ അതോട് വായന നിർത്തിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഇത് നമുക്ക് ഞാൻ പറഞ്ഞു വന്നിട്ട് അച്ഛൻ വലിച്ചെറിഞ്ഞുള്ളതല്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും മറന്നുകൊണ്ട് വായിച്ചു. ബഹളങ്ങൾക്കിടയിൽ നമ്മൾ വായിച്ചു പോകുന്നതിനാണ് അങ്ങനത്തെ ഒരു രീതിയുണ്ട്. പല നന്നായിട്ട് വായിക്കുന്ന MT കഴിഞ്ഞു ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത്. ആൾക്കൂട്ടം ഉണ്ടാവണം. MT എന്നാൽ ആൾക്കൂട്ടം ഇല്ലാത്ത ലോകത്ത് ജീവിക്കാനല്ല, ആൾക്കൂട്ടം ഉണ്ടാവണം. പക്ഷെ എന്നാൽ പോലും അവിടെ നമ്മുടേതായിട്ടുള്ള തിരുത്തുണ്ടാവും. അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ വായനയുള്ള ആൾക്ക് അവരിങ്ങനെ അറിയാതെ ആ ഒരു ലോകത്തെ നിങ്ങൾ ഇത്രയും ആളുകൾക്കിടയിൽ വേണിച്ച ഒരാൾക്ക് ഇരുന്നിട്ട് പുസ്തകം വായിക്കാം. ഞാൻ പറയുന്നൊക്കെ ചെവിയിലുള്ളിലൂടെ തട്ടി 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 പോയിട്ട് അവർക്ക് വായിക്കാം. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നല്ല വായനക്കാരനാവുക. കഴിഞ്ഞോ? അവസാനിപ്പിക്കല്ലേ? ഉണ്ടോ? അറബി മലയാളത്തിൽ അനേകായിരം കൃതികൾ മുസ്ലിങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ മലയാള ലിപിയിൽ മുസ്ലിങ്ങൾ രചിച്ച ചില കൃതികളൊന്നും പരിചയപ്പെടുത്താമോ? അറബി മലയാളത്തിലുള്ളത് പുസ്തകങ്ങളെ ഞാൻ വായിക്കാൻ പറ്റാത്തത് കൊണ്ട് അറബി ലിപിയിൽ വരുന്നതാണെന്ന് അറിയില്ല. മലയാള ലിപിയിലുള്ള ചിലർക്ക് വായിച്ചിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ബഷീറിന്റെ സാഹിത്യം പോലെ അങ്ങനെയാണ്. ആദ്യ കൃതി ഏതാണ്? ആ ചോദ്യം കൃത്യം. ആദ്യത്തെ മലയാള കൃതി ഏതാണെന്നാണ് മുസ്ലിങ്ങൾ എഴുതിയ ആദ്യ കൃതി എന്നുള്ളത് അതാണ് ചോദ്യം. ഒന്ന്, പണ്ട് പലതും എഴുതി വെക്കാത്തുണ്ട്. പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എഴുതിയുള്ള സംഗതികളിൽ ഏറ്റവും കൂടുതൽ വന്ന് പാട്ടുകളാണ്. ഈ മുഖ്യധാര സാഹിത്യ പ്രസ്ഥാനത്തില് നോവല്, കഥ, സാഹിത്യം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തില് മുസ്ലിം എഴുത്തുകാരുണ്ടായിട്ടില്ല. അപ്പൊ മോയിൻകുട്ടി വൈദ്യർ നിങ്ങൾ അറിയാലോ. മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള ആളുകൾ കുറെ അങ്ങനെയുള്ള ഇപ്പം പണ്ട് കാരശ്ശേരി മാഷ് പിന്നീട് പുറത്തെടുത്തൊക്കെയുള്ള മുസ്ലിം രാമായണം അത്തരത്തിലുള്ള സംഗതികളൊക്കെ. അത് പക്ഷെ പലപ്പോഴും പല ആളുകൾ ആരാണെന്നുള്ള നമുക്ക് പഴയ രീതിയിലേക്ക് പോയാൽ മോയിൻകുട്ടി വൈദ്യർ പോലുള്ള ആളുകളിലേക്കൊക്കെ എത്താൻ പറ്റുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഒന്നാമത് ആദ്യഘട്ടത്തിൽ മലയാളത്തിൽ ഇപ്പം ഇപ്പോൾ ഈ രാമചരിതമാനസം എഴുതിയ ആരാന്ന് ആർക്കും അറിയില്ല. രാമചരിതമാനസം മലയാളത്തിലേത് എന്ന് ആദ്യം വിചാരിക്കുന്ന ഒരു കൃതി. പക്ഷെ അതിൽ നല്ലൊരു ശതമാനം സംസ്കൃതമാണ്, അല്ല തമിഴാണ്. നമ്മളെ ഭാഷ മലയാളത്തിൽ നിന്ന് മലയാളം ഉണ്ടായിട്ട് തമിഴിൽ നിന്നാണെന്ന് സ്ഥാപിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള സംഗതിയാണ്. അതിലെ മലയാള വാക്കുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അതാണ് മലയാളത്തിലേക്കുള്ള കിട്ടിയിട്ടുള്ള ആദ്യത്തെ കൃതി. പക്ഷെ അതിന്റെ അത് എഴുതിയത് ആരാണ് പോലും അറിയില്ല. പിന്നീട് ഈ രാമായണം, കണ്ണശ്ശപ്പണിക്കന്മാർ എഴുതിയതെന്ന് പറയുന്ന അവരുടെ പേര് അവരാരാണെന്ന് ആർക്കും അറിയില്ല. കണ്ണശ്ശപ്പണിക്കന്മാരുടെ രാമായണം അതൊക്കെ പിന്നീട് കിട്ടിയിട്ടുണ്ട്. അത് കുറെ കൂടി കുറച്ചുകൂടി തെളി മലയാളത്തിലേക്ക് എന്ന് പറഞ്ഞത് അതിലും ഈ തമിഴിന്റെ സ്വാധീനമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് യഥാർത്ഥ മലയാളത്തിലേക്ക് വരുന്ന വളരെ മണിപ്രവാള സാഹിത്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. മണിപ്രവാളം അതും മലയാളമല്ല. ആ സമയത്തൊക്കെ മുസ്ലിം എഴുത്തുകാരുടെ വരാൻ വന്നത്
ഇസ്ലാമിന്റെ പ്രവേശനം ഇവിടെ ഇന്ത്യയിൽ വരുന്ന പിൽക്കാലത്താണ്. സാഹിത്യ രംഗത്തേക്ക് വരുന്ന വളരെ കാലത്തിന് ശേഷം. ഇതിനിടെ പിന്നീട് ഉണ്ടായിരുന്നത് ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന രീതിയിൽ അക്കാലത്തുണ്ടായിരുന്ന എഴുതാതെ പാടിപ്പതിഞ്ഞിരുന്നു. പണ്ടൊക്കെ അതായിരുന്നു പാട്ടുകളൊക്കെ പാടി പോകലായിരുന്നു, എഴുത്ത് വളരെ കുറവാണ്. ആ പാട്ടിലൂടെ വന്നിട്ടുള്ളതിൽ നമുക്ക് ആദ്യം പറയാവുന്നതാണ് മൊയ്ൻകുട്ടി വൈദ്യരാണ്. പിന്നീട് ആണ് ഈ മുഖ്യധാര എഴുത്തിലേക്ക് ഈ ബഷീറിനെ പോലുള്ള ആളുകളിലേക്ക് കടന്നു വരുന്നത്. അതുവരെ അങ്ങനെ വന്നിരുന്നില്ല, അതൊരു തടസ്സം തന്നെയായിരുന്നു. പിൽക്കാലത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല എഴുത്തുകാരൻ മുസ്ലിം എഴുത്തുകാരനാണ് ഉള്ളത് എല്ലാ മേഖലയിലും. മുഖ്യധാര ഇപ്പൊ നോവലുകളുടെ കാര്യത്തിലാണെങ്കിലും കവിതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല നല്ല എഴുത്ത്, നല്ല ഏറ്റവും വലുത് തന്നെ ഏറ്റവും വലിയ സാഹിത്യ ആസ്വാദകരും വായനക്കാരും മുസ്ലിങ്ങളും. എനിക്ക് അറിയാവുന്ന വളരെ സീരിയസ് ആയിട്ട് വായനയെ സമീപിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ വായന ഒരു മടുപ്പില്ലാത്ത സംഭവം. അത് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെയുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് മനപ്പാടമാക്കൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഹിഫ്ൽ എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രത്യേകത. ഇതിൽ അത് സത്യത്തിൽ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളെ തർക്കം ഉണ്ടായിരുന്നില്ല. നമ്മള് ഈ അക്ഷരം പഠിപ്പിക്കണം, വാക്കുകൾ പഠിപ്പിക്കണം, തറാപറ പഠിപ്പിക്കണതിനെ കുറിച്ചുള്ള തർക്കമുണ്ട്. ഇപ്പൊ വേണ്ടെന്നുള്ള ഈ അടുത്ത് ഞാനൊരു സ്കൂളിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറയും ഇവനെ സ്വാധിക്കണം തിരുത്തി പറയാൻ പറ്റില്ല. സ്വാധിക്ക് നന്നായിട്ട് ഭാഷ അറിയുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയാം, ഞങ്ങളിപ്പോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് മലയാളം ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയില്ല. നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റാത്ത, ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് ആയത് സ്വാധിക്കാരൻ എനിക്ക് ഇദ്ദേഹത്തെ ഇരുത്തി പറയും. പക്ഷെ ഇതിലേക്ക് സ്വാധിക്കില്ല, അല്ലെങ്കിൽ വേറൊരാളില്ല, ജംഷാദില്ല, അല്ലെങ്കിൽ മനു റഹ്മാനില്ല. അപ്പൊ പിന്നെ ആര് പല ആളുകളും ചോദിച്ചാൽ ഇങ്ങനെ അതാണ് അവരുടെ മറുപടി. എന്ന് വെച്ചാൽ കഴിയില്ല, അത് കുറ്റം പറഞ്ഞു. ഇത്രയാണ് ചോദ്യത്തിനുള്ള മറുപടി ആയില്ലല്ലേ? വേറെ ഒന്നില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകൂടിയോ ബുദ്ധിമുട്ടാവോ? കിട്ടാത്തതുണ്ട്. OV വിജയൻ രചിച്ച ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം, അത്
എനിക്ക് ഇവിടേക്ക് ദൂരെ ആയിരിക്കും. അതിന് കണക്കായിട്ട് പിടിച്ചാൽ മതി. OV വിജയൻ രചിച്ച ഖസാക്കിന്റെ ഇതിഹാസം എന്ന സരളമായ അല്ല, ശരിയാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അതൊരു പ്രത്യേക സാഹിത്യ ശാഖയുടെ ഭാഗമായിട്ട് എഴുതിയ സംഗതിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദുർഗ്രഹതയുണ്ട്. പക്ഷെ സാഹിത്യത്തിന്റെ ശരിയായ അങ്ങേയറ്റത്തെ പോകുന്നത് നമുക്കറിയാം. സാഹിത്യത്തിന് പല പല ശാഖകളും ഉള്ളതുകൊണ്ട് പോലെ അസ്തിത്വത്വം എന്ന് പറയുന്ന ഒരു വലിയ ഇതിനെ ആശ്രയിച്ചാണ് പുസ്തകത്തിന്റെ ഇതുള്ളത്. സ്വാഭാവികമായിട്ടും അതുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന കുറച്ചങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വേറൊരു പുസ്തകം പറയാം. ആനന്ദ്. OV വിജയനിലേക്ക് കടന്ന് മാറിയിട്ടില്ല, അതിലേക്ക് വരുന്നു. ആനന്ദ് എന്നൊരു എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സച്ചിദാനന്ദ് എന്നാണ്. ഇടയ്ക്ക് അദ്ദേഹം ഒരു വിവാദത്തിലൊക്കെ വന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം മലയാളിയാണെങ്കിലും കേരളത്തിൽ ജീവിക്കാത്ത ഒരാളാണ്. നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ പോയി എഞ്ചിനീയറായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹം എഴുതുന്നതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എഴുതും. മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങൾക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് അത് യഥാർത്ഥ മലയാളമല്ല. ഒരു ഇംഗ്ലീഷും ഹിന്ദിയും മംഗ്ലീഷും പറഞ്ഞാൽ പോരാ, ഇത് മൂന്നും കൂടി ചേർന്നാലുള്ള ഒരു ഇതാണ്. അപ്പൊ ഒരിക്കൽ പോലും നമ്മളെ ഈ ബഷീറിനോട് ചോദിച്ച പോലെ ആക്കിയും ആക്കിയാതും എന്നത് വാക്കുകളൊക്കെ നമുക്ക് പരിചയമില്ലാത്തതാണ്. പക്ഷെ ഈ വായനയുടെ ഒരു ലെവലിലെത്തിയ ആളുകൾക്ക് അതൊരു വല്ലാത്ത. ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ചില പുസ്തകം, ഒരു പുസ്തകം പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച്, എപ്പോഴും ഇദ്ദേഹം ദൈവത്തെക്കുറിച്ചുള്ള പുസ്തകമല്ലത്, അത് ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ. ആൾക്കൂട്ടം ഉൾപ്പെടെയുള്ള മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ. പക്ഷെ ഈ പുസ്തകത്തിൽ ഇതിനൊരു നല്ല മലയാളത്തിലുള്ള പുസ്തകമാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തി. ഇതേ സാധനം തെളി മലയാളത്തിലാക്കുക, നല്ല മലയാളത്തിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്. കുറച്ച് എഴുതി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആനന്ദ് ഉണ്ടാക്കുന്ന ഒരു അനുഭവത്തിന്റെ ഇതുണ്ടല്ലോ, അത് ഈ മലയാളത്തിലേക്ക് മാറി കിട്ടുന്നില്ല. അതിന്റെ ഒരു അന്തരീക്ഷം, അവിടെ ഡൽഹിയിലുള്ള അന്തരീക്ഷം മറ്റു കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഉള്ളൊരു ഇതിൽ പറ്റിയ മൂഡ് ആണ് ഇതുണ്ടാക്കുന്നത്. ഇദ്ദേഹം OV വിജയന്റെ എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെയല്ല. ഖസാക്കിന്റെ ഇതിഹാസം ഒരു പ്രത്യേക ഫാന്റസി ഉണ്ടാക്കിയത്. അതിലുള്ള സംഭവങ്ങളൊക്കെ മായികമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടാത്ത രൂപത്തിൽ മായികമായിട്ടുള്ള കൂമൻകാവിൽ രവി ബസ് വന്നിറങ്ങുമ്പോൾ എന്നുള്ളതിന് ശേഷം പിന്നീട് വരുന്ന മുഴുവൻ ഒരു പ്രത്യേകമായ ഒരു ട്രാൻസ് അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ്. അപ്പൊ അതിന് പറ്റുന്ന ഒരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നല്ല ഭാഷയിൽ എഴുതാൻ അറിയാം, നല്ല ഇംഗ്ലീഷിലും നല്ല മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഈ ഖസാക്കിനെ കാലത്തുള്ള എനിക്കിഷ്ടപ്പെട്ടുള്ള മറ്റു കൃതികൾ, ധർമ്മപുരാണം ഏറ്റവും കൂടുതൽ പല ആളുകൾക്കും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ ചില വാക്കുകളിൽ പ്രയോഗം, പക്ഷെ അത് ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു അത് പക്ഷെ മറ്റേ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിനെ പോലെയുള്ളൊരു മായികാന്തരീക്ഷമല്ല. അവിടെ ഒരു വലിയ ഈ നമ്മുടെ ഭരണകൂടം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുന്ന ഏകാധിപത്യം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള വലിയൊരു വെറുപ്പിന്റെ എഴുത്ത്, അതിന്റെ ഭാഷ ഉപയോഗിക്കും. ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഈ സാഹിത്യകാരന്മാർ അത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം കുറച്ച് വായിച്ച് ശീലമുള്ള ആളുകൾക്ക്, ആസ്വാദകരായിട്ടുള്ള ആൾക്ക്, ഇതിന്റെ എല്ലാ മേഖലകളെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള പുസ്തകമാണ്. അതാണ് ഈ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്ന് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. വളരെ മനോഹരമായ പുസ്തകമാണ്. അതിൽ അനുഭവങ്ങളുടെ അതിലതാണ് ഭാഷയ്ക്കൊക്കെ, ഭാഷ ഇതിനു വേണ്ടി ഉണ്ടാക്കിയൊരു ഭാഷ.
അതിനൊക്കെ അപ്പുറത്ത് ഒരു അനുഭവത്തിന്റെയും ഒരു പ്രത്യേക ഇതുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന ചില വികാരങ്ങളും അനുഭവങ്ങളും ചില മൂഡും ഒക്കെ ഉണ്ട്. അത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി തന്നെയാണ് ആ കൃതി. അതിന് പ്രത്യേക പ്ലെയിൻ ആയിട്ടുള്ള നിലയിൽ കൊണ്ടുവന്നാൽ ഈ കഥാപാത്രങ്ങളെല്ലാം ഒരേപോലെ ആവില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിന് സംഭവിച്ച അതിന്റെ റിസീവർ എവിടെയുണ്ട്, അതിന് കണക്കായിട്ട് പിടിച്ചാല് കിട്ടുള്ളൂ. പറഞ്ഞൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേ ഞാൻ ആവർത്തിച്ചോളാം, ചോദ്യം ആവർത്തിക്കാം. അത് ശരിയാവില്ല. അടുത്ത നല്ലൊരു എഴുത്തുകാരൻ എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നിരൂപകൻ കൂടിയാണ് സാർ. ഇന്ന് വളരെ കുറഞ്ഞു വരുന്ന രാഷ്ട്രീയ നിരൂപണ മേഖലകളിൽ വളരെ സത്യസന്ധമായ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത് പലപ്പോഴും വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. എന്നാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രഭാതം പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു, ബാബരി വിധി പ്രസ്താവിച്ചതിന് ശേഷം ഏറ്റവും മുന്തിയ ഇനം വീഞ്ഞു കുടിച്ച് എന്ന ഒരു ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ പ്രസ്താവന. അതോടൊപ്പം തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ ഒരു പ്രസ്താവന കണ്ടു, ഇനി കോൺഗ്രസ് ഒരിക്കലും 300 സീറ്റിന് മുകളിൽ നേടുകയില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകാത്ത ഒരുപാട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ജനാധിപത്യമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്ന്, ഞാൻ ന്യൂനപക്ഷം എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും മതേതര ഈ മനസ്സ് ഉള്ള ആളുകൾ, മതേതര ചിന്താഗതിക്കാർ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഫാസിസവും അത് ഇല്ലാതിരിക്കണം എന്ന് വിചാരിക്കുന്ന വിഭാഗത്തിലെ ഒരാളാണ് ഞാൻ. ഒന്ന്, എന്തുകൊണ്ട് ഞാൻ ഇതിനൊക്കെ എന്താണ് നിരൂപണം എന്നുള്ള വാക്കിന് തന്നെ ഉള്ളത്, നമ്മൾ എപ്പോഴും അനാലിസിസ്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ അനാലിസിസ്, ന്യൂസ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാള പത്രത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. കാരണം നടത്തേണ്ട ആളുകൾ അവരുടെ ഇത് അതിൽ ചേർക്കും. എന്റെ വക ഒരു സാധനം കൂടി ചേർത്തിട്ട് ഒരു കാര്യം വിശകലനം ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ നിലപാടുകൾ അതുണ്ടാവാൻ പാടില്ല. എനിക്ക് രാഷ്ട്രീയ നിലപാടോ എനിക്ക് സാമുദായിക നിലപാടോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും നിലപാടോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ആണ് ഇതൊക്കെ നടത്തേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. ഞാൻ തുറന്നു പറയാമല്ലോ തന്നെ. എന്നെ പല രാഷ്ട്രീയ ചില ആൾക്കാർ നിങ്ങൾ രാഷ്ട്രീയം എനിക്ക് അറിയാം. ചില ചർച്ചയിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് എതിരായിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയം എനിക്കറിയാം. അപ്പൊ ഞാൻ എന്താ രാഷ്ട്രീയം, എനിക്കറിയാത്ത രാഷ്ട്രീയം പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ആദ്യകാലത്ത് പഠിക്കുന്ന കാലത്ത് ഞാൻ അത്യാവശ്യം കോൺഗ്രസിനോട് വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് രാഷ്ട്രീയം, ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയ ശേഷം രാഷ്ട്രീയമേ ഇല്ല. എനിക്ക് കോൺഗ്രസിനോടോ എന്റെ ഭാര്യ CPM കൗൺസിലറാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ടൗൺ പ്ലാനിംഗ് ചെയർപേഴ്സണാണ്. അവർ ചെറുപ്പം മുതൽ CPM ആണ്. ഒരു ഉദ്യോഗത്തിലുണ്ടായിരുന്ന സമയത്ത് പിന്നെ പറ്റാത്തതുകൊണ്ട്, പക്ഷെ അവരുടെ വിശ്വാസം ഞാനതിന് തടസ്സം നിൽക്കാറില്ല. ഞാൻ ഇതില് എന്റെ നിലപാടെടുക്കാൻ കാരണം എനിക്ക് ഈ രാഷ്ട്രീയ ചർച്ചകളിൽ പോകുമ്പോഴോ മാധ്യമപ്രവർത്തനം നടത്തുമ്പോഴോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് കൂറ് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും എത്രയൊക്കെ വിചാരിച്ചാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞായിരുന്നു. അത് പാടില്ല. അപ്പൊ ഞാൻ വായനക്കാരനോട് ചെയ്യുന്ന, പത്രം വായിക്കുന്ന ആളുകളോട് ചെയ്യുന്ന ഒരു തെറ്റാണത്, പാപമാണത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പിന്നെ വോട്ട് ചെയ്യാറ് പോലുമില്ല. നമ്മൾ വിചാരിക്കുന്നു അതിനുപോലെ സമയം കിട്ടാം. ഞാൻ എന്റെ ആ സമയത്തൊക്കെ എൻഗേജ് ആയിരിക്കും. എവിടെയെങ്കിലൊക്കെ കവർ ചെയ്യാനില്ല. ഞാൻ റിപ്പോർട്ടിങ്ങിലായിരുന്ന സമയത്ത് കവർ ചെയ്യാനുള്ള യാത്രകളായിരിക്കും, സ്ഥലത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ മറന്ന് വോട്ട് ചെയ്യാൻ ഓടി വരിക എന്നുള്ള പരിപാടിയോ എനിക്കില്ല. അപ്പൊ ഇതാണ് അത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നിഷ്പക്ഷമായിട്ട് ഏതൊരു വിഷയത്തെയും ഞാൻ എപ്പോഴും സമീപിക്കാറുള്ളത് എന്റേതായിട്ടുള്ള വിശകലനത്തിലാണ്. ഞാൻ അതിനെ കാണുന്നത് ഇന്ന രീതിയിലാണ് എന്നത് എന്റെ നിലപാടാണ്.
അത് ആ രീതിയിൽ കാണുന്നു. അത് പൂർണ്ണമായിട്ടും മതേതര നിലപാടാണെന്നുള്ളത് എനിക്ക് സംശയമില്ല. ഇതാണ് നിങ്ങൾ പിന്നില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ന്യൂനപക്ഷത്തിനല്ല, ഇവിടുത്തെ വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും ഏകാധിപത്യത്തിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ മതേതര മനസ്സുള്ള ആൾ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് അതിനെന്താണ് ഇപ്പൊ പറയുന്ന രൂപത്തിൽ രഞ്ജൻ ഗൊഗോയ് ഇന്ന് അദ്ദേഹം ന്യായീകരണം പറഞ്ഞു. ഞാൻ അത് ഉദ്ദേശിച്ച് അങ്ങനെയല്ല, അത് സാധാരണ നടത്തുന്ന പാർട്ടി അതൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇത് നാട്ടുകാരെ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഗുലാം നബി ആസാദ് പറഞ്ഞ സംഗതി, അത് ഗുലാം നബി ആസാദ് പറഞ്ഞില്ല, സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒക്കെ, ഞാൻ ആ വാക്ക് പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ചെകിട്ടത്തടിക്കാൻ ആളില്ലാത്തതാണ് സത്യം. എന്താ സംഭവം അറിയാം, ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് രാജ്യം പോകുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും രക്ഷ നേടാനുള്ള പോംവഴികളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോഴുള്ള പ്രതിപക്ഷം മമതാ ബാനർജി ഉൾപ്പെടെ. കാരണം അടുത്ത് ഇന്ന് BJPക്ക് ഒരു ഇളക്കം തട്ടുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കർഷക സമരം നമ്മൾക്ക് അനുകൂലമായിട്ട് വരും, വോട്ട് അങ്ങനെയാവും. എന്നാൽ പിന്നെ അടുത്ത തവണ അധികാരത്തിൽ വരാൻ പോകുന്നത് BJP അല്ല, നരേന്ദ്രമോദി അല്ല. അപ്പൊ പിന്നെയുള്ള ചിന്ത എന്താ, ആര് കയറി മോദി ഇരിക്കുന്ന കസേരയിൽ ആരിരിക്കണം, അത് ഞാനാവണം എന്നുള്ള ചിന്തയിൽ പോകുന്നു. അത് ഇപ്പോഴും UP തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. UPയിൽ ഒരു ഗഡ്ബന്ധൻ ഉണ്ടാക്കാൻ, ഒരു മഹാസഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നില്ല, വിട്ടുവീഴ്ച വേണ്ടിയത്. എന്തുകൊണ്ടാണ് കർഷക സമരം വിജയിച്ചിട്ടുള്ളത്? കർഷക സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു കർഷക സംഘടനയും പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകളൊന്നുമല്ല, വളരെ ശത്രുതയുള്ള സംഘടനകളുണ്ട്. പക്ഷേ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് അവരെല്ലാവരും ഒന്നിച്ചു. അപ്പൊ വീഴ്ത്താൻ പറ്റും, വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുണ്ടോ? അത് ഞാൻ വിചാരിച്ച പറ്റുമോ? ഇത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2019 അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് 2018 പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. രാമചന്ദ്ര ഗുഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ത്യയിലെ ഏറ്റവും ഇപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഇത്തരം ആനുകാലിക പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ഇടപെട്ട് സംസാരിക്കുന്ന ആളാണ് ഗുഹ. ഗുഹ എന്ന് പറഞ്ഞു 2019 2014 ആവർത്തിക്കാതിരിക്കാൻ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് പരിണിതപ്രജ്ഞനാണ് എന്ന്, അഴിമതിയില്ലാത്ത ആളാണെന്ന് എല്ലാവരും വിചാരിക്കുന്ന നിതീഷ് കുമാർ ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നിതീഷ് കുമാർ BJP വിരുദ്ധനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്, പരമശത്രു. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹം NDAയിൽ നിന്നും വിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നടക്കും. അദ്ദേഹം കറപ്ഷൻ തീരെ ഇല്ലാത്തതാണ്. ഈ പ്രശ്നം ഒരാൾ പോലും കൈകാര്യം ചെയ്തില്ല. 2018 പക്ഷെ അത് മനസ്സിലാക്കിയ ഒരൊറ്റ വ്യക്തി അത് നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി എന്ത് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചു, അദ്ദേഹത്തെ ഇങ്ങോട്ട് ഉയർത്തി. അദ്ദേഹത്തെ പോയി കാണുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് എല്ലാതും കൊടുക്കുന്നു, ഞങ്ങൾ പൂർണ്ണ പിന്തുണ വരുന്നു പറയുന്നു, എല്ലാം കൊടുക്കുന്നു, അദ്ദേഹത്തെ വെടക്കാക്കി തനിക്കാക്കി. മറുപക്ഷത്ത് 27 പാർട്ടികൾ 2018 അവസാനം ഈ ഒരു ഡൽഹിയിൽ ഒരുമിച്ച് 27 പാർട്ടിയുടെ നേതാക്കന്മാര് കൈകോർത്ത് ഉയർത്തിപ്പിടിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അടുത്തെത്തുമ്പോഴേക്കും 27 പാർട്ടി പോയി പഴയ UPA പോലും പൂർണ്ണമല്ലാത്ത രൂപത്തിലേക്ക് പോയി. അവിടെയാണ് നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ അധികാരം കിട്ടണമെങ്കിൽ കിട്ടണമെന്ന് വിചാരിച്ച കാര്യമില്ല. പ്രധാനമന്ത്രി കസേരയിൽ ഞാൻ ഇരിക്കുന്നു വിചാരിച്ച കാര്യമില്ല. ഇതെല്ലാവരും, ശരത് പവാർ, മമതാ ബാനർജി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി ഉണ്ടെങ്കിൽ സീതാറാം യെച്ചൂരി, ഇങ്ങനെ എല്ലാ ആളുകളും ഓർക്കേണ്ട കാര്യം, ആദ്യം വേണ്ടത് ഒരു ശക്തമായ പോരാട്ടത്തിലൂടെ അവിടെ ഒപ്പം കൂട്ടാവുന്ന ആളുകൾ മുഴുവൻ കൂട്ടണം. അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായ സംഭവം എല്ലാവരും കൂടി ഒരുമിച്ചു. അന്ന് അധികാര താല്പര്യമില്ലാത്ത ജയപ്രകാശ് നാരായണനായിരുന്നു ആ പട നയിച്ചിരുന്നത്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അധികാര താല്പര്യമില്ലാത്ത മഹാത്മാഗാന്ധി നയിച്ചുകൊണ്ട് മാത്രമാണ് ആ രീതിയിലേക്ക് പോയത്. അദ്ദേഹം എനിക്ക് വേണം ഈ രാഷ്ട്രപതി സ്ഥാനം, അല്ലെങ്കിൽ എനിക്ക് വേണം പ്രധാനമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കില്ല പറയാൻ പറ്റും. അത് പറഞ്ഞു കേൾക്കാൻ വിചാരിക്കും പട്ടേലൊക്കെ.
കാരണം പട്ടേലിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നെഹ്റു ആവരുതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഗാന്ധി പറഞ്ഞു ഇന്നാളാവട്ടെ. ഈ രീതിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഈ ആശങ്കയില്ല. നമ്മളൊക്കെ പറയേണ്ടത്, ഞാൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, ചിരട്ട തടിക്കാന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ സത്യം പറയാം, ഈ ഒരു ഘട്ടം 2014 ശേഷം 2024 10ാമത്തെ വർഷമാണ്. 3ാമത്തെ തവണയും അധികാരം കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വ നിലപാട് ശക്തമാക്കണം കേരളത്തിൽ ഉൾപ്പെടെ എന്ന് BJP തീരുമാനിച്ചത്. അടുത്ത ദിവസം കാശിയിൽ നടക്കാൻ പോകും. 26ാം തീയതി മറ്റും കാശിയിൽ ഉദ്ഘാടനം നടക്കാൻ പോകും. അപ്പൊ എന്ത് വേണം? അതിനെ തന്ത്രങ്ങളെ തന്ത്രപരമായിട്ട് നേരിടാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ ഇതിൽ അമ്പേ പരാജയമാണ്, ഒരു സംശയമില്ല. അത് അവർക്ക് മനസ്സിലായാൽ അതിനനുസരിച്ച് അവരിവിടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയും. പോരെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശിഹാബ് ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥി ഫെസ്റ്റ് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സാഹിത്യ സെഷനിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ അഭിയന്തരായ സജീവൻ സാറിന് നന്ദി അറിയിക്കുക എന്നാണ് എന്റെ കർത്തവ്യം. അതോടൊപ്പം തന്നെ കൂടുതൽ പറയുന്നില്ല, ഈ മഹത്തായ പരിപാടിയിൽ മലയാള ഭാഷയെക്കുറിച്ച്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, സാഹിത്യ മേഖലയിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ സജീവൻ സാറിന്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ വാക്കുകൾ അദ്ദേഹത്തിന് 1000 ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാഹിത്യ സെഷനിൽ പങ്കെടുത്ത മഹൽ വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട സാദിഖ് മാസ്റ്റർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇസ്മായിൽ ഉസ്താദ്, അഭിനന്ദനായ ജോസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏവർക്കും 1000 കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സജീവൻ സാറിന് മഹത്തായ സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും പേരിൽ 1000 നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ച് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. അസ്സലാമു അലൈക്കും. സാധിക്കുക പാങ്ക് വിളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സമയബന്ധിതമായി നമ്മുടെ പരിപാടികൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ചെറിയ രീതിയിൽ അല്പം ലേറ്റ് ആയിക്കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് എന്നതുകൊണ്ടും നമ്മൾ ഉച്ചഭക്ഷണവും നിസ്കാരവും ഷിഫ്റ്റായി നിർവഹിക്കുകയാണ്. വേദിയിൽ മത്സരങ്ങൾ അവസാനിക്കാത്ത നിലക്ക് തന്നെ ഷിഫ്റ്റായി നിസ്കാരവും ഭക്ഷണവും ക്രമീകരിച്ച് വേദിയിൽ മത്സരങ്ങൾ തുടരുകയാണ്. സീനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരമാണ് ഇനി വേദിയിൽ നടക്കേണ്ടത്. സീനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കേണ്ട മുഴുവൻ മത്സരാർത്ഥികളും വേദിയിൽ എത്തിച്ചേരേണ്ടതാണ്. സെക്കൻഡറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും യതീംഖാന വിദ്യാർത്ഥികളും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകേണ്ടതാണ്. യതീംഖാന വിദ്യാർത്ഥികളും സെക്കൻഡറി വിദ്യാർത്ഥികളും ലൈനായി പോകും. ഓരോ ബെഞ്ചിൽ നിന്ന് ലൈനായി പോയാൽ മതി. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകേണ്ടതാണ്. വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ വേദിയിൽ എത്തിച്ചേരുക. നമ്മുടെ ജഡ്ജിമെന്റ് പാനലിലുള്ള ജഡ്ജിമാർ അവരുടെ ഇരിപ്പിടത്തിൽ എത്തിച്ചേരേണ്ടതാണ്. മത്സരങ്ങൾ തുടരുന്നു. സീനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ ചെസ് നമ്പർ 106, 206, 209, 312, 315, 105 ക്യാൻസൽ. എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഇരിപ്പിടങ്ങൾ ഉറപ്പിക്കണമെന്ന് അറിയിക്കുന്നു.
ഒറ്റ മൈക്ക് മതി. ആ മൈക്ക്